സുബ്ഹാനഹു വ തആല നമ്മുടെ മാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തിന്മകളും തെറ്റുകുറ്റങ്ങളും പടച്ചവന്റെ മഹത്വ ഫضل കൊണ്ട് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പൂർണ്ണമായി റബ്ബിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി കഴിച്ചുകൂട്ടാൻ പടച്ചവൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന ദുരിതങ്ങളിൽ കഴിയുന്ന നമ്മുടെ മുഴുവൻ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും അല്ലാഹു സമാധാനവും സന്തോഷവും നല്ല ജീവിതവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ പേരിലുള്ള നമ്മുടെ ഈ ഒരുമിച്ചുകൂടലും പറയലും കേൾക്കലുമൊക്കെ ഏറ്റവും നല്ല സാലിഹായ അമലായി അല്ലാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് 1 മുതൽ 5 വരെയുള്ള ആയത്തുകളാണ് ഓതിയത്. അർത്ഥം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, രാജാധികാരം സർവാധികാരം ഏതൊരുവന്റെ കയ്യിലാണോ അങ്ങനെയുള്ളവൻ അനുഗ്രഹീതനായിരിക്കുന്നു. രാജാധികാരം ഏതൊരു ഉടമസ്ഥന്റെ കയ്യിലാണോ അങ്ങനെയുള്ളവൻ അനുഗ്രഹീതനായിരിക്കും, മഹത്വമുള്ളവനായിരിക്കും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കുമേലും അങ്ങേയറ്റം കഴിവുള്ളവനാണ്. അവൻ എല്ലാ കാര്യങ്ങളുടെ മേലും അങ്ങേയറ്റം കഴിവുള്ളവനാകുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അവനാകുന്നു മരണത്തെ സൃഷ്ടിച്ചത്, വൽ ഹയാത ജീവിതത്തെയും സൃഷ്ടിച്ചത്. എന്തിന്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല പ്രവൃത്തി, ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടി. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നല്ല അമലുകൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടി ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണവൻ. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ അങ്ങേയറ്റം പ്രതാപമുള്ളവനും ഏറെ പൊറുക്കുന്നവനുമാണ്. അവൻ അങ്ങേയറ്റം പ്രതാപമുള്ളവനും വളരെയേറെ പുറത്തു കൊടുക്കുന്നവനുമാകും. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ, 7 ആകാശങ്ങളെ അടുക്കടുക്കായി തട്ടുകളായി ഒന്നിനുമേൽ ഒന്ന് എന്ന നിലയിൽ സൃഷ്ടിച്ചവനാണ്, ഉണ്ടാക്കിയവനാണ്. മാ തറ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്, കാരുണ്യവാനായ ആ ഉടമസ്ഥന്റെ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറവും നിനക്ക് കാണാൻ കഴിയുകയില്ല. കാരുണ്യവാനായ ഉടമസ്ഥന്റെ സൃഷ്ടിപ്പിൽ, അവന്റെ നിർവൃതിയിൽ ഒരു ഏറ്റക്കുറച്ചിലും നിനക്ക് കാണാൻ സാധിക്കുകയില്ല. ഫർജിഇൽ ബസറ, അപ്പോൾ നിന്റെ കാഴ്ചയെ നീ മടക്കുക, നിന്റെ നോട്ടത്തെ നീ മടക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി സൂക്ഷിച്ചു നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. ഹൽ തറാ മിൻ ഫുതൂർ, വല്ല വിടവും അല്ലെങ്കിൽ വല്ല പിഴവും നിനക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അവന്റെ സൃഷ്ടിപ്പിൽ വല്ല കുഴപ്പവും പിഴവും അല്ലെങ്കിൽ വിടവും നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സുമ്മർജിഇൽ ബസറ, വീണ്ടും നിന്റെ കാഴ്ചയെ നീ മടക്കുക, വീണ്ടും നിന്റെ കാഴ്ചയെ നീ ആവർത്തിക്കുക അല്ലെങ്കിൽ മടക്കുക, സൂക്ഷിച്ചു നോക്കുക. കർറത്തെ 2 പ്രാവശ്യം, 2 പ്രാവശ്യം. അപ്പോ മൊത്തത്തിൽ 3 പ്രാവശ്യം. ആദ്യം ഒന്ന് മടക്കുക എന്ന് പറഞ്ഞു, ഇവിടെ 2 പ്രാവശ്യം വീണ്ടും നീ മടക്കുക, നീ സൂക്ഷിച്ചു നോക്കുക. യൻഖലിബ് ഇലൈക്കൽ ബസറു ഖാസിഅ, നിന്റെ കാഴ്ച പരാജയപ്പെട്ട് നിന്നിലേക്ക് മടങ്ങുന്നതാണ്.
നിന്റെ കാഴ്ച, നിന്റെ നോട്ടം പരാജയപ്പെട്ട് നിന്നിലേക്ക് മടങ്ങുന്നതാണ്. വഹുവ ഹസീർ, നിന്റെ കാഴ്ച പരവശമായ അവസ്ഥയിൽ, കുഴഞ്ഞ് ക്ഷീണിച്ചു പോയ അവസ്ഥയിൽ നിന്റെ കാഴ്ച പരാജയപ്പെട്ടുകൊണ്ട് നിന്നിലേക്ക് മടങ്ങുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുറവും ഒരു പിഴവും നിന്റെ കാഴ്ച കൊണ്ട് കണ്ടുപിടിക്കാൻ സാധ്യമേ അല്ല. വലഖദ് സയ്യന്ന സമാഅ ദുനിയ, ഏറ്റവും അടുത്ത ആകാശത്തെ, ഒന്നാം ആകാശത്തെ തീർച്ചയായും നാം ഭംഗിയാക്കിയിരിക്കുന്നു, അലങ്കരിച്ചിരിക്കുന്നു. ബിമസാബിഹ, ചില വിളക്കുകളെ കൊണ്ട്, അതായത് നക്ഷത്രങ്ങളാകുന്ന വിളക്കുകളെ കൊണ്ട് ഒന്നാം ആകാശത്തെ തീർച്ചയായും നാം അലങ്കരിച്ചിരിക്കുന്നു. വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ, അലങ്കാരമായും അതുപോലെ ആ നക്ഷത്രങ്ങളെ നാം ആക്കുകയും ചെയ്തിരിക്കുന്നു. റുജൂമൻ ലിശ്ശയാത്തീൻ, ശൈത്താന്മാരെ, പിശാചുക്കളെ എറിഞ്ഞോടിക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കുകയും ചെയ്തിരിക്കും. തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം, പഴയ കാലത്ത് കുറെ മുമ്പ് ഒന്നാം ആകാശത്തിരിക്കുന്ന മലക്കുകൾ പരസ്പരം പറയുന്ന ആകാശഭൂമികളുമായി ബന്ധപ്പെട്ട അല്ലാഹുവിൻ്റെ തീരുമാനങ്ങൾ, അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ ഭൂമിയിലെ ജിന്ന് വർഗത്തിൽപ്പെട്ട ജിന്നുകളായ പിശാചുക്കൾ അവിടെ പോയി അത് കേൾക്കുകയും ഭൂമിയിലുള്ള അവരുടെ പിശാചുക്കളായ മറ്റു കൂട്ടാളികൾക്ക് എത്തിച്ചു കൊടുക്കുകയും അതിലൂടെ ജനങ്ങൾക്കിടയിൽ ചില പ്രവചനങ്ങളൊക്കെ നടത്തി കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ട്. അതിനുശേഷം അല്ലാഹു ഈ നക്ഷത്രങ്ങളെ കൊണ്ട് ഒന്നാം ആകാശത്തേക്ക് അവർക്ക് അടുക്കാത്ത നിലയിൽ, അവർക്ക് അടുത്തു വരാൻ കഴിയാത്ത നിലയിൽ ഈ നക്ഷത്രങ്ങളെ കൊണ്ട് അവരെ എറിഞ്ഞൊടിക്കുന്ന ഒരു തീരുമാനം ഉണ്ടാക്കി. അതിനെ സംബന്ധിച്ചതാണ് പറയുന്നത് വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ, ശൈത്താന്മാരെ, പിശാചുക്കളെ എറിഞ്ഞൊടിക്കുന്നതിനുള്ള ഉപാധിയാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നു. വഅഅ്തദ്നാ ലഹും, അവർക്ക് നാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആർക്ക്? പിശാചുക്കൾക്ക്, ശൈത്താന്മാർക്ക്, അവരുടെ കൂട്ടാളികൾക്ക് അദാബ് സഈർ, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ ശിക്ഷയെ നാം അവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ശരിയായ നിലയിൽ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ സൂറത്ത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ സൂറത്ത് റഹ്മാനാണ്. പലരും പല സൂറത്തുകളും തുടങ്ങുന്നതൊക്കെ അഭിപ്രായം പറയുന്നു. നമ്മളിപ്പോൾ എപ്പോഴും ഓതുന്ന പരിചയമുള്ള സൂറത്തുകളാണ് അർത്ഥം വെച്ച് കിട്ടുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ സൂറത്ത് മുൽക്കും കൂടി ബാക്കിയുള്ളത്, അത് പൂർത്തിയാക്കിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് നിങ്ങൾ പറഞ്ഞതുപോലെ വലിയ സൂറത്തുകൾ തുടങ്ങും. സൂറത്ത് മുൽക്കും കൂടിയല്ലോ ബാക്കിയുള്ളൂ അല്ലേ പരിചയമുള്ള സൂറത്തുകളുടെ കൂട്ടത്തിൽ? സൂറത്തുൽ മുൽക്ക് വളരെ പ്രസിദ്ധമായ, എല്ലാവർക്കും പരിചയമുള്ള, മനപ്പാടുള്ള ഒരു സൂറത്ത്. എത്ര ആയത്തുകളുണ്ട്? 30 ആയത്ത്. അപ്പോൾ വളരെ കുറച്ചുള്ളൂ. ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളൊക്കെ ഇതിനേക്കാൾ കൂടുതലാണ്. യാസീൻ ആയാലും കഹ്ഫ് ആയാലും വാഖിഅ ആയാലും റഹ്മാൻ ആയാലും ഒക്കെ ആയത്തുകൾ കൂടുതലാണ്. സൂറത്ത് മുൽക്കിൽ വെറും 30 ആയത്തുകൾ. അതുകൊണ്ട് മനപ്പാടാക്കാത്തവർ ഇൻഷാ അല്ലാഹ് മനപ്പാടാക്കണം. റഹ്മാൻ മനപ്പാടായോ? റഹ്മാൻ നമ്മൾ അന്ന് തുടങ്ങുന്ന സമയത്ത് ഓതുന്നതിൻ്റെ കൂട്ടത്തിൽ അത് മനപ്പാടാക്കണം, മനപ്പാടാക്കാൻ തയ്യാറല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാവരും കയ്യൊക്കെ പൊക്കിയിരുന്നു. മനപ്പാടാക്കിയിട്ടുണ്ടാവില്ലേ? അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. 30 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച ഒരു പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളുടെ പൊതുവെയുള്ള ഒരു പ്രത്യേകത, ആ സൂറത്തുകളിലൊക്കെ പറയപ്പെടുന്നത് ആഖിറ, റിസാലത്ത്,
നുബുവത്ത്, അല്ലാഹുവിൻ്റെ തൗഹീദ്, ഇവയൊക്കെയാണ്. അടിസ്ഥാനപരമായ വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു ഈ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളിൽ പൊതുവെ പറയുന്നത്. സൂറത്ത് മുൽക്കിന്റെ തുടക്കവും അങ്ങനെ തന്നെ. എന്താ മുൽക്ക് എന്ന വാക്കിന്റെ അർത്ഥം? മുൽക്ക്, അധികാരം. രാജാവിന് സാധാരണ അറബിയിൽ എന്താ പറയാ? മലിക് എന്നാ പറയാം. മലിക്, മലക്കല്ലോ. മലക്ക് എന്ന് പറഞ്ഞാൽ അത് വേറെ. മലിക് അല്ലെങ്കിൽ മുതലാളി, ഉടമസ്ഥൻ എന്നർത്ഥം വരുന്ന വാക്കിന് മാലിക് എന്ന് പറയും. മാലിക്, അതുപോലെ മലിക്. ഈ മാലിക്കും മലിക്കൊക്കെ മുൽക്ക് എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോ സൂറത്തുൽ മുൽക്ക്, അധികാരം എന്നാണ് അതിൻ്റെ അർത്ഥം. വേറെയും ഒന്ന് രണ്ട് പേരുകളൊക്കെ തഫ്സീറിലെ കിതാബുകളിൽ കാണാം. അറിയോ സൂറത്ത് മുൽക്കിന്റെ വേറെ ഏതെങ്കിലും പേര്? തബാറക്കല്ലദി, അങ്ങനെ പൊതുവെ പറയാറുണ്ട്. എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിലുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് ആ സൂറത്തിനെ പറയാം, പരിചയപ്പെടുത്തും. വേറെ അറിയോ? കേട്ടിട്ടില്ല? സൂറത്തുൽ മാനിഅ എന്നൊരു വാക്കുണ്ട്. മാനിഅ. എന്താ മാനിഅ എന്ന് പറഞ്ഞാൽ? തടയുന്നത് എന്നാണ്. മാനിഅ എന്ന് പറഞ്ഞാൽ തടയുന്നത് എന്നാണ്. അപ്പോ പലതിൽ നിന്നും ഈ സൂറത്ത് തടയും എന്നാണ്. അതെന്തിൽ നിന്നൊക്കെ തടയുന്ന ഹദീസ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന്റെ പ്രത്യേകതയായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഈ സൂറത്ത് മാനിഅ ആണ് എന്ന് പറയും. അതായത് മനുഷ്യനെ പല വിധത്തിലുള്ള അദാബുകളിൽ നിന്ന് ഈ സൂറത്ത് തടുക്കും, രക്ഷയാക്കി. പിന്നൊരു പേര് മുൻജിയ എന്നാണ്. അൽ മുൻജിയ. അൽ മുൻജിയ എന്ന് പറഞ്ഞാൽ രക്ഷ എന്നർത്ഥം. ഇത് രക്ഷ. ഈ രണ്ട് പേരുകൾ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും. മാനിഅ, അതുപോലെ മുൻജിയ. മാനിഅ എന്ന് പറഞ്ഞാൽ തടയുന്നത് എന്നർത്ഥം. മുൻജിയ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ പല കാര്യങ്ങളിലും രക്ഷയായിട്ട് ഈ സൂറത്ത് കൂടെ ഉണ്ടാകും എന്നർത്ഥം. ഈ സൂറത്തിന്റെ മഹത്വത്തെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 3-4 ഹദീസുകളുണ്ട്. ആ ഹദീസുകൾ പറഞ്ഞിട്ട് നമുക്ക് തഫ്സീറിലേക്ക് വരാം. മഹത്വം പറയുന്നത് സൂറത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ്. മഹത്വം പറയുന്നത് പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഇത് നമ്മളെ ജീവിതത്തിൽ പകർത്തണം, പതിവാക്കണം, പഠിപ്പിക്കണം, പ്രചരിപ്പിക്കണം. ഈ ഉദ്ദേശത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്ത് തബാറക, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഹിയൽ മാനിഅതു മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അദാബിൽ നിന്ന് മനുഷ്യനെ തടയുന്നതാണ്. ഇത് ഒന്നാമത്തെ ഹദീസ്. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അദാബിൽ നിന്ന് തടയുന്നതാണ് സൂറത്തുൽ മുൽക്ക്. അപ്പോൾ സൂറത്ത് മുൽക്ക് പഠിക്കുക, ഓതുക, അത് പതിവാക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക, മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതിൻ്റെ ആളാവുക. ഈ നിലയിലൊക്കെ ഈ സൂറത്തുമായി ബന്ധപ്പെടുന്നവർക്ക് ആളെ ഒറ്റക്ക് കിടക്കേണ്ട ഖബറിന്റെ ഉള്ളിൽ ഈ സൂറത്ത് രക്ഷയോ. ഇത് തടയുന്നതാണ്. ഖബറിന്റെ ഉള്ളിൽ ശിക്ഷ ഉണ്ടല്ലോ. സാധാരണഗതിയിൽ നമ്മൾ റൗദത്തും മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തിന്റെ തോപ്പുകളിൽപ്പെട്ട ഒരു തോപ്പാണ് ഖബർ, അല്ലെങ്കിൽ ഹുഫ്റത്തും മിൻ ഹുഫരിൻ നിറാൻ, നരകത്തിന്റെ അദാബിന്റെ കുണ്ടുകളിൽപ്പെട്ട ഒരു കുണ്ടാണ് എന്ന് പറയാം. ഏതെങ്കിലും ഒന്ന് തീർച്ചയായും സംഭവിക്കും. അപ്പൊ അദാബ് വരുന്ന നേരത്ത്, ആരും കൂട്ടിനില്ലാത്ത സമയത്ത്, നമ്മൾ ഒറ്റക്കിരിക്കുന്ന, ഭയവിഹ്വലരായി, ബേജാറായി, ശിക്ഷ കണ്ട് കണ്ടാളിച്ച് നിൽക്കുന്ന നേരത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ, രക്ഷയായി ആ അദാബിനെ തടുക്കാൻ ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് തബാറകല്ലദിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് കൂടെ കൂട്ടണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു അമൽ ചെയ്ത് തൗഫീഖ് പറയട്ടെ.
ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഖ്തർ റജുലു ഫീ ഖബ്രി, ഒരു മനുഷ്യനെ അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഖബറിലേക്ക് കൊണ്ടുവരപ്പെടും. ആ ഖബറിൽ അവനെ വെക്കപ്പെടും. ആ ഖബറിൽ അവനെ മറമാടപ്പെടും. അങ്ങനെ ആ ഖബറിനകത്ത് 6 അടി മണ്ണിന്റെ ഉള്ളിൽ അവൻ ഒറ്റക്കായി കഴിഞ്ഞാൽ, കൂടെ വന്നവരൊക്കെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, പിന്നെ അവന്റെ ഹിസാബിന്റെ നേരം തുടങ്ങി. അവന്റെ കാര്യത്തിൽ തീരുമാനം തുടങ്ങി. പറയാ, അവന്റെ 2 കാലുകളുടെ ഭാഗത്തുകൂടി അദാബ് കടന്നു വരുന്നതാണ്. ശിക്ഷ കടന്നു വരുന്നതാണ് 2 കാലുകളുടെ ഭാഗത്തുകൂടി. ആ വരുന്ന നേരം ഫതഖൂലു രിജ്ലാഹു, അവന്റെ 2 കാലുകളും പറയും, ലൈസ ലക്കും അലാ മാ ഖിബലി സബീൽ, എന്റെ ഭാഗത്തുകൂടി ഈ മനുഷ്യരിലേക്ക് നിങ്ങൾ കടക്കാൻ സാധ്യമല്ല, നിങ്ങൾക്ക് വരാൻ കഴിയില്ല. എന്തുകൊണ്ട്? അതിനൊരു കാരണമുണ്ട്. കാന യഖൂമു യഖറഉ ബി സൂറത്തുൽ മുൽക്ക്, എന്തുകൊണ്ടാണ് എൻ്റെ ഭാഗത്തുകൂടി അവരിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് അവൻ ജീവിച്ചിരുന്ന കാലത്ത് ഓതിയവനായിരുന്നു. 2 കാലുകൾ പറയും. കാലുകളുടെ ഭാഗത്ത് വരുന്ന അദാബിനെ കാലുകൾ തടുക്കും. കാരണം സൂറത്തുൽ മുൽക്ക് ഓതിയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ യുക്ത മിൻ ഖിബലി സദ്രിഹി ഔ ഖാല ബത്നിഹി, അതിനുശേഷം അവന്റെ നെഞ്ചിന്റെ ഭാഗത്തുകൂടി, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, വയറിന്റെ ഭാഗത്തുകൂടി അദാബ് അവനിലേക്ക് വരുമ്പോൾ ഫയഖൂൽ, അവന്റെ നെഞ്ചകം പറയും, അല്ലെങ്കിൽ അവന്റെ വയറു പറയും, ലൈസ ലക്കും അലാ മാ ഖിബലി സബീൽ, എന്നിലൂടെ ഈ മനുഷ്യനിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കഴിയൂല, ഇതിലൂടെ വരാൻ നിങ്ങൾക്ക് അനുവാദമില്ല. അദാബിനോട് പറയും, അദാബിനെ തടുക്കുക. എന്തുകൊണ്ട്? കാന യഖറഉ ബി സൂറത്തുൽ മുൽക്ക്, നെഞ്ചിനും വയറിനൊക്കെ പറയാനുള്ള കാരണം ഇവൻ സൂറത്തുൽ മുൽക്ക് ഓതിയവനായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ യുഅ്ത റഅ്സുഹു, അതിനുശേഷം അദാബ് അവന്റെ തലയുടെ ഭാഗത്തുകൂടി അവനിലേക്ക് പ്രവേശിക്കാൻ വരുമ്പോൾ ഫയഖൂലു, അവന്റെ തല പറയും, ശിരസ് പറയും, ലൈസ ലക്കും അലാ മാ ഖിബലി സബീൽ, എന്റെ ഭാഗത്തുകൂടി ഇവനിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, നിങ്ങൾക്ക് സാധ്യമല്ല. എന്തുകൊണ്ട്? തലയും പറയുന്ന കാരണം കാന യഖറഉ ബി സൂറത്തുൽ മുൽക്ക്, ഈ മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതിയവനായി. എന്ത് മനസ്സിലായി? കാലിന്റെ ഭാഗത്തുകൂടി അദാബ് വരും, നെഞ്ചിന്റെ ഭാഗത്തുകൂടി, വയറിന്റെ ഭാഗത്തുകൂടി അദാബ് വരും, അതുപോലെ തലയുടെ ഭാഗത്തുകൂടി അദാബ് വരും. ഈ വരുന്ന സമയത്തൊക്കെ ഈ പറയപ്പെട്ട അവയവങ്ങൾ ആ അദാബിനെ തടുക്കും. വരരുതെന്ന് പറയും. വരരുതെന്ന് പറയാനും തടുക്കാനുള്ള കാരണം എന്താണ്? ഈ മനുഷ്യൻ സൂറത്തുൽ മുൽക്ക് ഓതിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹിയൽ മാനിഅ, അതൊരു മാനിഅ. നമ്മൾ പറഞ്ഞല്ലോ സൂറത്തുൽ മുൽക്കിന്റെ മറ്റൊരു പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ മാനിഅയാണ്, തടുക്കുന്നതാണ്. തംനഉ മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് ഒരു മനുഷ്യനെ അത് സംരക്ഷിക്കുന്നതാണ്. എന്നിട്ട് പറഞ്ഞു, വഹിയ ഫി തൗറാത്ത്, ഈ സൂറത്ത് ഖുർആനിൽ മാത്രമല്ല തൗറാത്തിലുമുണ്ട്. തൗറാത്ത് ആർക്കിറക്കപ്പെട്ടതാണ്? ഏത് നബിക്കാ തൗറാത്ത് നൽകിയത്? ഏതാ? മൂസാ നബി അലൈഹി സ്വലാത്തെ. മൂസാ നബി അലൈഹി സ്വലാമിന് നൽകപ്പെട്ട വേദഗ്രന്ഥം. ഇന്ന് നമ്മൾ കാണുന്ന ഈ തൗറാത്തിന്റെ പതിപ്പ് എന്ന് പറയുന്ന പഴയ ബൈബിളൊന്നല്ല കേട്ടോ, പഴയ നിയമത്തിൽപ്പെട്ടതൊന്നല്ല. അത് മാറ്റത്തിരുത്തലുകൾ ഉണ്ടായി. അതിന്റെ അസ്ലി കിതാബുണ്ടല്ലോ തൗറാത്ത്, ആ തൗറാത്തിലും ഈ സൂറത്ത് മുൽക്കുണ്ട്. ആ തൗറാത്തിൽ അന്ന് ആ സൂറത്തിൽ നൽകപ്പെട്ട പേര് സൂറത്തുൽ മുൽക്ക് തന്നെയാണ്. ആ തൗറാത്തിലും ഈ സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തുൽ മുൽക്ക് തന്നെയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഖറഅഹ ഫീ ലൈലത്തിൻ, ആരെങ്കിലും ഒരാൾ ഒരു രാത്രിയിൽ അത് ഓതിയാൽ, ആരെങ്കിലും ഒരാൾ ഒരു രാത്രിയിൽ ഈ സൂറത്തുൽ മുൽക്ക് ഓതിയാൽ, 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക് ഓതണമെങ്കിൽ എത്ര മിനിറ്റ് വേണ്ടി വരും? എത്ര മിനിറ്റ് വേണ്ടി? നോർമലി
ഒരു പേജ് ഒരു മിനിറ്റിൽ ഓതാൻ കഴിയുന്നതാണ്. നല്ല നിലക്ക് ഓതാൻ കഴിയുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഒരു മിനിറ്റിൽ ഒരു പേജ് ഓതാൻ പറ്റും. ഇനി ഒരു 1.5 മിനിറ്റ് കണക്ക് കൂട്ടിയാലും 1.5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 2 മിനിറ്റ് കണക്ക് കൂട്ടിയാലും ശരി. സൂറത്തുൽ മുൽക്ക് എത്ര പേജ് ഉണ്ട്? ആയത്തിനാണ് നോക്കണ്ട, എത്ര പേജ് ഉണ്ട്? ഒരു പേജ് പറഞ്ഞാൽ ഒരു ഭാഗം ഒന്ന്, അതിന്റെ ഇപ്പുറം 2-ാം ഭാഗം, പിന്നെ അടുത്ത പേജിന്റെ ഒരു കാൽ ഭാഗമൊക്കെയാണ് പല ഖുർആനിലും. അപ്പൊ ഒരു 2.25 പേജുള്ളൂ. ഏറിന്നാൽ 2.25 പേജ്. അപ്പൊ ഒരു 2 മിനിറ്റ് ഒരു പേജ് ഓതാനെടുത്താൽ 2, 4, 5 മിനിറ്റ് കൂടി എന്തെയ്യണ്ട, 5 മിനിറ്റ് കൂടി തികച്ചു വേണം. പക്ഷെ ഇരിക്കുന്ന നമ്മളൊന്നും ശരിക്കും ആലോചിച്ചു, നമ്മളെല്ലാ ദിവസവും രാത്രി സൂറത്ത് ഓതലുണ്ടോ? ഓതാൻ വേണ്ടി ഇരിക്കാറുണ്ടോ? അങ്ങനെ ഓതുന്ന പതിവുണ്ടോ? എത്ര മിനിറ്റ് മതി? 10 മിനിറ്റും 15 മിനിറ്റും അരമണിക്കൂറൊന്നും വേണ്ട. ആകെ ഒരു 5 മിനിറ്റ് മെനക്കെട്ടാൽ ഓതി തീർക്കാവുന്ന ഒരു സൂറത്താണ്. പറയാം, ആരെങ്കിലും ഒരു രാത്രിയിൽ ഈ സൂറത്ത് ഓതിയാൽ അവൻ ധാരാളം നന്മകൾ പുണ്യങ്ങൾ കരസ്ഥമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ആഗ്രഹങ്ങൾ അതുകൊണ്ട് അമൽ ചെയ്യാം. ഇന്ന് രാത്രി നമുക്ക് ഓതണം. ഓതൂലേ? ഉറങ്ങണതിന് മുമ്പ് ഓതിയാൽ മതി. ഇനിയിപ്പോ എന്താ മെനക്കെട്? അല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര സമയം നമ്മൾ ചിലവഴിക്കുന്നത്? അതുകൊണ്ട് ഇത് ഓതണം ഇൻഷാഅല്ലാഹ്. ഇന്നത്തെ രാത്രി മുതൽ ഇതൊരു പതിവാക്കല്ലേ? തയ്യാറല്ല ഇൻഷാഅല്ലാഹ്. ഇനി ഇത് ജീവിതത്തിൽ എന്തെയ്യരുത്, വിടരുത്, ഒഴിവാക്കുക. സ്ഥിരം ജീവിതത്തിൽ എല്ലാ രാത്രികളും ഈ സൂറത്ത് ഇൻഷാഅല്ലാഹ് നമ്മൾ ഓതും. അടുത്തൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സൂറത്തുൽ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ഒരു അധ്യായമുണ്ട്. 30 ആയ 30 ആയത്തുകളാണ് ആ സൂറത്തിലുള്ളത്. ഷഫഅത്ത് ലിസാഹിബിഹാ, ആരെങ്കിലും ആ സൂറത്തിനെ കൂട്ടുപിടിച്ചാൽ, ചേർത്ത് വെച്ചാൽ, അതിനാളായാൽ, ഓതിയാൽ, പഠിച്ചാൽ, നടപ്പാടാക്കിയാൽ, ഏതു രൂപത്തിലും ഷഫഅത്ത് ലിസാഹിബിഹാ, അതിന്റെ ആൾക്ക് വേണ്ടി നാളെ അത് ഷഫഅത്ത് ചെയ്യും, അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. ഹത്താ ഗുഫിറ ലഹു, അങ്ങനെ ആ മനുഷ്യന് ആ ശുപാർശ കാരണമായി പുറത്തു കൊടുക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സൂറത്ത് ജീവിതത്തിൽ പതിവാക്കിയാൽ നാളെ അള്ളാന്റെ മുമ്പിൽ ആ സൂറത്ത് വരും. എന്നിട്ട് അള്ളാഹിനോട് പറയാം, പടച്ചോനെ എന്നെ ഓതിയ മനുഷ്യനാണ്, സ്ഥിരം എന്നെ ഹൃദയത്തിൽ ഏറ്റിയ മനുഷ്യനാണ്, എന്നെ സ്നേഹിച്ച മനുഷ്യനാണ്, എന്നെ പതിവാക്കിയ മനുഷ്യനാണ്, അതുകൊണ്ട് ഇവന് പുറത്തു കൊടുക്കണേന്ന് ഈ സൂറത്ത് പറയുമ്പോൾ അള്ളാഹ് പറയും, ഞാൻ അവന് പുറത്തു കൊടുക്കും. ഇതിനേക്കാൾ വലിയ ലാഭം വേറെന്താ ഉണ്ട്? പറഞ്ഞു, അത് തബാറക്കല്ലദീ ബിയദിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്താണ്. അപ്പൊ 30 ആയത്തുള്ള ഒരു സൂറത്ത് നാളെ ഷഫാഅത്ത് ചെയ്യും. അടുത്തൊരു ഹദീസ്, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസവും ഉറങ്ങാറില്ലായിരുന്നു, രാത്രിയിൽ ഉറങ്ങാറില്ലായിരുന്നു. ഹത്താ യഖറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തീർക്കുന്നത് വരെ 2 സൂറത്തുകൾ. അതിൽ ഒന്നാമത്തെ സൂറത്ത് അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് സജദ. അതിന്റെ കൂട്ടത്തിൽ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ 2 സൂറത്തുകളും ഓതി പൂർത്തിയാക്കാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറില്ലായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ 2 സൂറത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ഓതി കാണിച്ചു പറ്റില്ലെങ്കിൽ എന്തോ കാര്യമുണ്ട്, അതിലെന്തോ കാര്യമുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പതിവാക്കി സുന്നത്താക്കി നമുക്ക് കാണിച്ചത്. ഈ സൂറത്ത് സജദ എന്ന് പറയുന്നത് വലിയ സൂറത്തൊന്നുമല്ല, ആകെ 3 പേജ്. എത്ര? 3 പേജ്. മുൽക്ക് പറഞ്ഞത് 2.25 പേജ് അല്ലെങ്കിൽ 2.5 പേജ്. ചില ഖുർആനിലൊക്കെ ഒരു 2.25 എടുത്തിട്ടുണ്ടാവും. ഈ സൂറത്ത് എത്ര ഉള്ളൂ? 3 പേജ്. എങ്ങനെ കൂട്ടിയാലും ഈ 2 സൂറത്തുകൾ ഓതാൻ 10 മിനിറ്റ് മതി. എത്ര മതി?
10 ബാക്കി. പിന്നെ സ്ഥിരം ഓടുന്ന ആൾക്കാരാണെങ്കിൽ വേഗം ഓടും. പരിചയമില്ലാത്ത സൂറത്താകുമ്പോഴാണ് ചെറിയ തട്ടിക്കടച്ചിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. എന്നും ഓതുന്ന പരിചയമുള്ള സൂറത്താകുമ്പോൾ എന്താ പ്രയാസം? അതുകൊണ്ട് ഈ സൂറത്ത് സജദയുടെ ഒരു 3 പേജും അതുപോലെ സൂറത്ത് മുൽക്കിന്റെ ഒരു 2.25 പേജും ഇത് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പതിവാക്കണം. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട് നമുക്ക് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ, ആ ഇഷ്ടവും സ്നേഹവും നേടി നമുക്കും തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ എത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി പറ്റും. പതിവാക്കൽ ഇൻഷാ അല്ലാഹ് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യം പറഞ്ഞ സൂറത്തിന്റെ പേരാണ് സൂറത്ത് സജദ, രണ്ടാമത്തത് സൂറത്ത് മുൽക്ക്. വേറൊരു ഹദീസും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സൂറത്തുൻ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്നുള്ള ഒരു സൂറത്ത് മാഹിയ ഇല്ലാ 30 ആയ, വെറും 30 ആയത്തുകളേ ഉള്ളൂ. ഖാസനത് അൻ സാഹിബിഹ, ആ സൂറത്തിനെ ഓതുകയും ആ ഓതൽ പതിവാക്കുകയും ചെയ്ത ആൾക്ക് വേണ്ടി നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ തർക്കിക്കുമത്രേ, വാദം നടത്തും അല്ലാഹുവിന്റെ മുമ്പിൽ. ആർക്ക് വേണ്ടി? ഓതിയ മനുഷ്യന് വേണ്ടി. അങ്ങനെ ആ വാദത്തിനൊടുവിൽ ഹത്താ അദ്ഖലതുൽ ജന്ന, ഈ മനുഷ്യനെ ഈ സൂറത്ത് കാരണമായി സ്വർഗത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ്. വഹിയ തബാറക്കല്ലദി, ആ സൂറത്തിന്റെ പേര് തബാറക്കല്ലദിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവ ശഫാഅത്ത് കിട്ടാനും സ്വർഗം കിട്ടാനും അള്ളാന്റെ തൃപ്തി പൊരുത്തവും അള്ളാന്റെ സ്നേഹവും ഒക്കെ കിട്ടാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മുഹബ്ബത്ത് പ്രകടിപ്പിക്കാനൊക്കെ പറ്റിയ ഏറ്റവും നല്ല ഒരു സൂറത്തുണ്ടെങ്കിൽ അത് സൂറത്ത് മുൽക്കാണ്. എത്ര കാര്യങ്ങൾ പറഞ്ഞു? 4-5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് നമ്മൾ ഓതി തഫ്സീർ പൂർത്തിയാക്കുന്നത് കൊണ്ട് ഓതുന്നതല്ല, മനപ്പാടാണ്. എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് മനപ്പാടാണ്. ചെറിയൊരു ശ്രമം നടത്തിയാൽ അയാൾക്കും മനപ്പാടുണ്ടാവും, മനപ്പാടില്ലാത്തവര് ഇൻഷാ അല്ലാഹ് മനപ്പാടാക്കി. കാരണം എന്നും ഇപ്പം ചിലപ്പോൾ നമുക്ക് ഖുർആൻ കയ്യിലെടുത്ത് തന്നെ ഓതി നോക്കാൻ പറ്റിക്കൊണ്ടൊന്നും ഉണ്ടാവില്ല. പല വഴിക്ക് പല ആവശ്യങ്ങൾക്ക് ഓടുന്ന നേരത്ത് ഇത് മനപ്പാടുണ്ടായാൽ വളരെ എളുപ്പമാണ്, വളരെ ചെയ്യുന്ന അമല് പറയില്ല. ഞാൻ ഈ ബുധനാഴ്ച സാധാരണ ഇവിടെ നിന്ന് മഞ്ചേരിക്ക് പോകുമ്പോൾ സ്കൂട്ടറിൽ നിന്നിട്ട് എന്തെങ്കിലും ഓതിപ്പോലെ വളരെ എന്തായാലും അങ്ങനെ പോവല്ലേ. ആ പോണ സമയത്ത് ഓതിപ്പോയാൽ എത്ര നല്ല കാര്യമാണ്. ഞാൻ ഒരു വഴി പറഞ്ഞതാണ്. അപ്പൊ ഇതുപോലെ നമുക്കും ചില ചുറ്റുപാടുകളും തിരക്കുകളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഖുർആൻ എടുക്കാൻ പറ്റിക്കൊണ്ടില്ല. ഖുർആൻ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അമലെന്നെ മാറ്റി. അപ്പൊ മനപ്പാടാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്. അപ്പൊ ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം? അത് ഓതാം. അപ്പൊ ഓതന തയ്യാറില്ലേ? അള്ളാഹു നല്ല നിലയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാൻ നമുക്കൊക്കെ പ്രവർത്തിക്കുന്നതിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ മുൽക്ക് ഇന്ന് 5 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. എന്താ പറഞ്ഞത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. രാജാധികാരം ഏതൊരു ഉടമസ്ഥനായ അള്ളാഹുവിന്റെ കയ്യിലാണോ അങ്ങനെയുള്ള അള്ളാഹു അവൻ അനുഗ്രഹീതനായിരിക്കും, മഹത്വമുള്ളവനായിരിക്കും. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യങ്ങൾക്കും അങ്ങേയറ്റം കഴിവുള്ളവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു സ്വയം പരിചയപ്പെടുത്താം. അവൻ ആരാ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവിതത്തെയും അവനാണ് സൃഷ്ടിച്ചത്, അവനാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് മരണവും നിങ്ങൾക്ക് ജീവിതവും അള്ളാഹു തീരുമാനിച്ചത് എന്തിനാണെന്നറിയോ? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ നിന്ന് ആരാണ് നല്ലത് ചെയ്യുന്നത്, ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ അള്ളാഹു ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. വഹുവൽ അസീസുൽ ഗഫൂർ, അവൻ അങ്ങേയറ്റം പ്രതാപമുള്ളവനാണ്, മഹത്വമുള്ളവനാണ്. അതോടൊപ്പം വളരെയേറെ പൊറുക്കുന്നവനും മാപ്പാക്കുന്നവനുമാണ്. അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ, 7 ആകാശങ്ങളെ തട്ടുതട്ടുകളായി ഒന്നിനു മുകളിൽ ഒന്നൊന്നായി
കൃത്യമായ നിലയിൽ പടച്ചവൻ സൃഷ്ടിച്ചവൻ അവനാണ്. കാരുണ്യവാനായ നിന്റെ റബ്ബ് അല്ലാഹു അവനുണ്ടാക്കിയ അവന്റെ ആ നിർമ്മിതി, അവന്റെ ആ പടക്കൽ, അവന്റെ സൃഷ്ടിപ്പ്, ആ സൃഷ്ടിപ്പിൽ ഒരു ഏറ്റക്കുറവും നിനക്ക് കാണാൻ സാധിക്കൂല. ഒരു കുറവുണ്ടാക്കി കാണാൻ കഴിയില്ല. നീ സൂക്ഷിച്ചു നോക്ക്, ശ്രദ്ധിച്ചു നോക്ക്. നിന്റെ കാഴ്ചയെ മടക്കുന്നാണ് അള്ളാഹ് പറഞ്ഞത്. കാഴ്ചയെ മടക്കുന്ന ഒന്നും കൂടി ഒന്ന് നോക്കടാ. നമ്മൾ പറയല്ലോ ശ്രദ്ധിച്ചൊന്നുകൂടി നോക്ക്, ഒന്നുകൂടി നോക്ക്. വല്ല വിടവും നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആകാശമെന്ന ആ ഗോപുരത്തിന് എന്തെങ്കിലും ഒരു കുറവ് കാണാൻ കഴിയുന്നുണ്ടോ? അള്ളാഹ് പറഞ്ഞു നിർത്തണ്ട. നീ നിന്റെ നോട്ടത്തെ, നിന്റെ കാഴ്ചയെ 2 പ്രാവശ്യം വീണ്ടും മടക്കും. ഒന്നാമത് നോക്ക്, രണ്ടാമത് നോക്ക്, മൂന്നാമത് നോക്ക്. അള്ളാഹ് പറയാം, നിന്റെ കാഴ്ച, നിന്റെ നോട്ടം, നിന്റെ നിരീക്ഷണം, നിന്റെ ചിന്ത എല്ലാം പരാജയപ്പെട്ട് നിന്നിലേക്ക് തന്നെ തിരിച്ചു വരും. അതും ക്ഷീണിച്ച അവസ്ഥ. ഇനി ഒന്നും കണ്ടെത്താൻ കഴിയില്ല. ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിൽ പരാജയപ്പെട്ടുകൊണ്ട് നിന്റെ കാഴ്ച നിന്നിലേക്ക് മടങ്ങി വരും. وَلَقَدْ زَيَّنَّا السَّمَاءَ الدُّنْيَا بِمَصَابِيحَ وَجَعَلْنَاهَا رُجُومًا لِلشَّيَاطِينِ. തീർച്ചയായും നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ആകാശം, അദ്ദുന്യ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അർത്ഥം. അത് നമ്മൾ 1-ാം ആകാശം എന്ന് പറയും. എത്ര ആകാശങ്ങളുണ്ട്? 7 ആകാശങ്ങളുടെ മുകളിൽ ആയത്ത് പറഞ്ഞു. ഏറ്റവും അടുത്ത നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന 1-ാം ആകാശമല്ലോ, ആ ആകാശത്തെ നക്ഷത്രങ്ങളാകുന്ന വിളക്കുകളെ കൊണ്ട് നാം അലങ്കരിച്ചിരിക്കുന്നു. എന്തൊരു ചൊർക്ക! അത് ശരിക്കും നോക്കാത്തതുകൊണ്ടാണ്. പിന്നെ അതിനൊന്നും നമ്മൾ നേരല്ല. അതാണ് എവിടെങ്ങനെ ഒരു ഇരുട്ടത്ത് രാത്രിയിൽ എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വർണ്ണ ലൈറ്റുകൾ ഇട്ട് ഒന്ന് അലങ്കരിച്ചാൽ അതൊരു കൗതുകം. അതിങ്ങനെ കണ്ടു ചില ലൈറ്റുകൾ ഇങ്ങനെ വല്ലാതെ ആകർഷിക്കും. ശരിക്ക് അങ്ങനത്തെ ഒരു വർണ്ണന ഏറ്റവും നല്ല രൂപത്തിൽ പറയാനും കാണാനും പറ്റുമെങ്കിൽ ആകാശത്തേക്കാണ് നോക്കേണ്ടത്. അള്ളാഹ് പറയാ, നക്ഷത്രങ്ങൾ 1-ാം ആകാശത്തിന്റെ അലങ്കാരങ്ങളാണ്, വിളക്കുകളാണ്. അതിങ്ങനെ ഇരുളിൽ ആകാശത്തേക്ക് നോക്കിയാൽ അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് കാണാം. അത് തിരിപ്പോന്ന ഇവിടത്തെ വർണ്ണലൈറ്റുകളെ പോലത്തെ ചെറിയ സാധനങ്ങളാണെന്ന് കരുതണ്ട. ഈ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ എത്രയോ ഇരട്ടി വലിപ്പം വരുന്ന ഓരോരോ നക്ഷത്രങ്ങളാണ്, ഓരോരോ ഗോളങ്ങളാണ്. അള്ളാഹു അതിനെ പടച്ചു, അതിനെ സംവിധാനിച്ചു, അതിനെ നിലനിർത്തുകയാണ് ആകാശത്ത്. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. അതെങ്ങാനും താഴേക്ക് വന്ന് വധിച്ചാൽ, താഴേക്ക് വീണാൽ പിന്നെ കഴിഞ്ഞു കഥ, പിന്നെ നമുക്ക് ജീവനില്ലല്ലോ. അള്ളാഹ് പറയാ, അത് അലങ്കാരമായും അതുപോലെ ആകാശത്തിന്റെ രഹസ്യങ്ങൾ മലക്കുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുമ്പോൾ കട്ട് കേൾക്കാൻ വരികയും ഭൂമിയിലെ അവരുടെ കൂട്ടാളികൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് മനുഷ്യർക്കിടയിൽ വസ്വാസം ഉണ്ടാക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്ന പിശാചുക്കൾ അവര് കട്ട് കേൾക്കാൻ വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവരെ എറിഞ്ഞൊടിക്കാൻ വേണ്ടി, ആകാശത്തേക്ക് അവർ അടുത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നക്ഷത്രങ്ങളെ അള്ളാഹു ഒരു ഉപാധിയാക്കുകയും ചെയ്തിരിക്കും. പിശാചുക്കൾ ആകാശത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ ഈ നക്ഷത്രങ്ങളിൽ നിന്നുള്ള ജ്വാലകൾ അവരുടെ നേർക്ക് പതിക്കും എന്ന് തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം. അള്ളാഹ് പറയാം, ഈ പിശാചുക്കൾക്ക്, ശൈത്താന്മാർക്ക്, അവരുടെ കൂട്ടാളികൾക്ക് കത്തിജ്വലിക്കുന്ന അദാബിനെ, നരകത്തിന്റെ ശിക്ഷയെ നാം ഒരുക്കി വെച്ചിരിക്കും. ഈ 5 ആയത്തുകളാണ് നമ്മൾ നോക്കിയത്. പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് നമ്മൾ ഓതിയ ഭാഗത്തിൽ. അതിലേറ്റവും ആദ്യത്തേത്, പ്രധാനപ്പെട്ടത്, സൃഷ്ടിക്കുന്ന, സംഹരിക്കുന്ന, പരിപാലിക്കുന്ന, സംരക്ഷിക്കുന്ന, എല്ലാം കൈകാര്യം ചെയ്യുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഉടമസ്ഥനായ അള്ളാഹുവിനെ കുറിച്ച് അടിമകളായ നമുക്ക് തിരിച്ചറിവുണ്ടാകും. അള്ളാഹുവിനെ തിരിച്ചറിയണം, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം, അള്ളാഹുവിനെ ശരിയായ നിലയിൽ മനസ്സിലാക്കണം.
അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ചെയ്യണം എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ മഹത്വം ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയണം, ഉറക്കനെ വിളിച്ചു പറയണം. ഖുർആൻ പറഞ്ഞതുപോലെ, ഖുർആൻ പറഞ്ഞു അള്ളാഹുവിന്റെ മഹത്താണ് സൂറത്തിന്റെ തുടക്കം തന്നെ, അല്ലേ? രണ്ടാമത്തെ കാര്യം, അള്ളാഹു നമുക്ക് തന്ന ഈ ജീവിതത്തിന്റെ, അതിനുശേഷം നമുക്ക് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ള മരണത്തിന്റെ യാഥാർത്ഥ്യം. എന്തിനാണ് ജീവിതം, എന്തിനാണ് മരണം, അതെന്താണ് എന്നതിനെ സംബന്ധിച്ചും നമുക്ക് ചില ബോധ്യങ്ങളുണ്ടാകും, തിരിച്ചറിവുകളുണ്ടാകും. നമുക്ക് അള്ളാഹു തന്ന ജീവിതം വെറുതെ അല്ല. ചിലതൊക്കെ അറിയാനാണ്, ചിലതൊക്കെ മനസ്സിലാക്കാനാണ്, അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ജീവിക്കാനാണ്. അതുകൊണ്ട് ജീവിതത്തെ സംബന്ധിച്ച്, മരണത്തെ സംബന്ധിച്ച് ഒറ്റവാക്കി പറഞ്ഞാൽ അതൊരു പരീക്ഷണം. ആ പരീക്ഷണത്തെ കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടാകും. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അള്ളാഹു ഈ 5 ആയത്തുകളിൽ കൂടി നമുക്ക് പറഞ്ഞു തരും. അതിൽ ആദ്യത്തെ വിഷയം പറഞ്ഞതിന് ഇൻഷാ അല്ലാഹ് നമുക്ക് രണ്ടാമത്തേതിലേക്ക് കടക്കാം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അള്ളാഹു അവന്റെ മഹത്വം, അള്ളാഹുവിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കി തരും. സർവാധികാരം ഏതൊരു ഉടമസ്ഥന്റെ കയ്യിലാണോ ഉള്ളത്, അവൻ മഹത്വമുള്ളവനാണ്. അവന്റെ അധികാരത്തെ മറികടക്കാൻ ആർക്കും സാധിക്കൂല. അവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല. അവന്റെ കയ്യിലാണ് എല്ലാ അധികാരങ്ങളും. അവനാണ് ഭൂമിയെ ഭരിക്കുന്നത്, അവനാണ് ആകാശത്തെ ഭരിക്കുന്നത്. ഈ ഭൂമിയുടെയും ആകാശത്തിന്റെയും ഇടയിൽ എന്തൊക്കെയുണ്ടോ, നിങ്ങൾ കാണുന്നതും കാണാത്തതും, നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ എന്തെല്ലാം ഉണ്ടോ, അതിനൊക്കെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് ഈ അള്ളാഹുവിനെ മനസ്സിലാക്കണം, ഈ അള്ളാഹുവിനെ അറിയണം. എങ്ങനെങ്കിലും അറിഞ്ഞാൽ പോരാ, അറിയേണ്ടതുപോലെ അറിയണം. അറിയേണ്ടതുപോലെ പടച്ചോൻ അറിയുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കൊക്കെ ഒരു രസമുണ്ടാവും, ഒരു ചുറുക്കുണ്ടാവും, ഒരു അഭിരുചി ഉണ്ടാവും. നമുക്കെന്നെ ചില ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര ആനന്ദം കിട്ടും, അല്ലേ? ആ ആനന്ദം ജീവിതത്തിൽ മൊത്തം കിട്ടണം, എല്ലാ കാര്യങ്ങളിലും കിട്ടണം. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് അറിയണം. നമുക്കറിയാം, എന്തറിയാം? അള്ളാഹുവാണ് നമ്മളെ പഠിച്ചത്, അള്ളാഹുവിനെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്, അള്ളാഹുവാണ് ജീവിതം തന്നത്, അള്ളാഹുവിലേക്കാണ് തിരിച്ച് പോകേണ്ടത്. ഇതാണ് നമുക്കറിയുന്ന ഒരു മിനിമം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു വിവരം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സ്വന്തത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹു പല സൂറത്തുകളിലും പല ആയത്തുകളിലും വ്യത്യസ്ത ശൈലികളിലായി അള്ളാഹു പല കാര്യങ്ങളും പറഞ്ഞു. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, അറിയണം. ഏറ്റവും വലിയ ഇൽമ് എന്താണ്? ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഇൽമ്, അറിവ് അള്ളാഹുവിനറിയലാണ്. അതിന്റെ മുകളിലേക്ക് ഒരു ഇൽമില്ല. ആ ഇൽമിനെ നിങ്ങൾ അറിയണം, പഠിക്കണം എന്ന് ഖുർആൻ പറയുന്നു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്തുൽ മുഹമ്മദിലെ ആയത്ത് എന്താ പറയുന്നത്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ഫഅലം എന്ന വാക്കിന്റെ അർത്ഥം? ഫഅലം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അറിയണം എന്നാണ്. പറയണം എന്നല്ല പറഞ്ഞത്. പറച്ചിലൊക്കെ വളരെ എളുപ്പമാണ്, ആർക്കും പറയാൻ പറ്റും. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. അപ്പൊ അതൊരു ഇൽമാണ്, അതൊരു ഏടാണ്, അല്ലെങ്കിൽ അതൊരു ഭാഗമാണ്. ആ അറിവിനോട് അടുക്കുന്ന മറ്റൊരു അറിവ് ഈ ലോകത്തില്ല. അതുകൊണ്ട് ഉലമാക്കൾ പ്രത്യേക കിതാബുകളിൽ എഴുതിയിട്ടുണ്ട്, അഫ്ളലുൽ ഇൽമി വ അഹമ്മുഹു. ഏറ്റവും ശ്രേഷ്ഠമായതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഇൽമ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ റബ്ബിനെ തിരിച്ചറിയാവുന്നതാണ്. ഒന്നും കിട്ടിയില്ല, ഒന്നും അറിഞ്ഞില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിഞ്ഞില്ല, പക്ഷെ അവന്റെ റബ്ബിനെ മാത്രം അവൻ രക്ഷപ്പെട്ടവൻ. അവന്റെ കാര്യത്തിൽ അവന് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം അറിയാം, സകലതും അറിയാം, പക്ഷേ അള്ളാഹിനെ മാത്രം അറിയില്ല. അവന്റെ കാര്യം കട്ടപ്പോകണം. അങ്ങനെയുള്ളവരുണ്ടോ ഇല്ലേ? നിങ്ങൾ പറയും ലോകാടിസ്ഥാനത്തിൽ എല്ലാം അറിയാം എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്, പക്ഷെ ഇതുവരെ അള്ളാഹിനെ കുറിച്ച് അവരറിഞ്ഞിട്ടില്ല.
അവർ മനസ്സിലാക്കിയിട്ടില്ല. അവരുടെ കയ്യിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല, അവർ ഒന്നുമില്ലാത്തവരെ പോലെ കൊണ്ട് അള്ളാഹുവിനെ പറ്റി നന്നായി പറയണം, അള്ളാഹുവിനെ പറ്റി നന്നായി കേൾക്കണം, അള്ളാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കുതിർത്തുകളെ സംബന്ധിച്ചിട്ട് നന്നായി ചിന്തിക്കണം. അപ്പോഴാണ് നമ്മൾ പറയുന്ന ഈ തൗഹീദും വഹ്ദാനിയത്തും അഖീദയും ഈമാനും ഇഖ്ലാസൊക്കെ ഉള്ളിലേക്ക് കയറി വരും. ഇത് വെറുതെ കയറി വരുമൊന്നുമില്ല. ഇത് നമ്മൾ ചില ത്യാഗങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുക. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അള്ളാഹുവിന്റെ കാര്യത്തിൽ ഒരു ഗൗരവം ഉണ്ടാവില്ല. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ അള്ളാന്റെ കാര്യത്തിൽ ഒരു ഗാംഭീര്യം കാണിക്കാത്തത്? എന്താ നിങ്ങൾക്ക് ഒരു ഗൗരവമില്ലാത്തത്? ഈ ഗൗരവവും ഗാംഭീര്യമൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ അറിയാം, അള്ളാഹിനെ മനസ്സിലാക്കണം. അള്ളാഹിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മിക്ക സൂറത്തുകളുടെയും തുടക്കത്തിൽ അള്ളാഹിന്റെ മഹത്വം പറഞ്ഞത്. നമ്മൾ നോക്കിയാൽ മതി, മിക്ക സൂറത്തുകളുടെയും തുടക്കത്തിൽ അള്ളാഹു അള്ളാഹിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹിന്റെ മഹത്വം സൂറത്ത് ഫാത്തിഹ അങ്ങനെ തന്നെയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങിയാൽ പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ അള്ളാഹിന്റെ മഹത്വം. ഇങ്ങനെ ഒട്ടുമിക്ക സൂറത്തുകളുടെയൊക്കെ തുടക്കത്തിൽ സ്വന്തത്തെ പറ്റി അള്ളാഹു വലിപ്പം പറയാം. അത് അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. സ്വന്തത്തിന്റെ വലിപ്പം പറയാൻ ആർക്കേ അവകാശമുള്ളൂ? അള്ളാഹ്ക്ക് മാത്രം. ആ പണി നമ്മൾ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പൊക്കുക, സ്വയം മഹത്വം പറയാൻ ഈ പണി അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹ് ഹറാമാക്കുകയും ചെയ്യും. ആരും അവനാനെ സംബന്ധിച്ചിട്ട് വേണ്ട മഹത്വം പറയണ്ട. അത് കിബറാണ്, ഫഖ്റാണ്. അങ്ങനെ കിബറിന്റെ അണുമണിയെങ്കിലും ഹൃദയത്തിലുണ്ടെങ്കിൽ അവന് സ്വർഗ്ഗമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷേ നമ്മൾ മഹത്വം പറയണം. നമ്മൾ ഒക്കെ അത് ലോകത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം. പക്ഷെ ആരെ സംബന്ധിച്ചിട്ട്? അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ പറ്റിയിട്ട്. ഈ ശരിക്കും നമ്മളൊന്ന് ആലോചിച്ചു, നമ്മൾ എത്ര കൊല്ലം മുസ്ലിമായി ഒരു മുഅ്മിനായി അള്ളാഹുവിനെ ആരാധിച്ചു അള്ളാഹിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മളോട് ഒരാള്, പ്രത്യേകിച്ച് അള്ളാഹുവിനെ പറ്റി അറിയാത്തൊരാള്, നീ നിന്റെ അള്ളാഹിനെ സംബന്ധിച്ചിട്ട് ഒന്ന് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ ഏത് രൂപത്തിലോ മറുപടി കൊടുക്കുക? നമുക്ക് എന്താ പറയാൻ? നമ്മൾ സാധാരണഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ചിലർ വർത്താനം പറഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാകാനാ? അവർക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അതുകൊണ്ട് ചിലത് നമ്മൾ അറിഞ്ഞേ പറ്റും. പരിശുദ്ധ ഖുർആൻ പഠിക്കണം നന്നായി, പരിശുദ്ധ ഖുർആന്റെ മുമ്പിൽ ഇരിക്കണം, അള്ളാഹിനെ പരിചയപ്പെടുത്താൻ കഴിയണം. അള്ളാഹുവിനെ പറ്റി പരിചയപ്പെടുത്താനും അള്ളാഹിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കാനും അള്ളാഹുവിനെ പറ്റി ലോകത്തിന്റെ മുമ്പിൽ പറയാനും പ്രഖ്യാപിക്കാനും പറ്റിയ ഏറ്റവും നല്ല ഒരു സൂറത്തുണ്ട് ഖുർആനിൽ. അതേതാ സൂറത്ത്? ഏതായിരിക്കും? ഹദീസിലുണ്ട് സൂറത്ത്. നിങ്ങൾ വലിയ സൂറത്ത് മുഖം ചിന്തിക്കണ്ട, ചെറുതൊക്കെ ചിന്തിച്ചാൽ മതി. വളരെ ലളിതം, വളരെ ലളിതം. അള്ളാഹിനെ പറ്റി പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ ആദ്യം പറയേണ്ട മറുപടി എന്താണ്? ഒരു 4 ആയത്തുകൾ അടങ്ങുന്ന ഒരു സൂറത്ത്. നമ്മളത് കുറെ മുമ്പ് അർത്ഥം വെച്ച് വിശദീകരിച്ച, എനിക്ക് തോന്നുന്ന ഒരു 4 ആയത്തുകളുള്ളൂ. പക്ഷെ ഒരു 4 ആഴ്ചയോളം ചെയ്തിട്ടുണ്ട്. ഓരോ ആയത്ത് വെച്ചിട്ട് വിശദീകരിച്ചിട്ടുണ്ടെന്ന ഓർമ്മ. എവിടെ എത്തൂല, എത്ര പറഞ്ഞാലും എത്ര വിശദീകരിച്ചാലും എവിടെ എത്തൂല. പക്ഷേ ഖുറൈശികൾ അന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിന്റെ റബ്ബിന്റെ നിസ്ബത്ത് എന്താണ്? നിന്റെ റബ്ബ്, നീ കുറെ കാലമല്ലോ റബ്ബ് എന്നൊക്കെ പറയണത്, അള്ളാഹ് എന്നൊക്കെ പറയണ്ടല്ലോ. നിന്റെ റബ്ബിന്റെ അഡ്രസ് എന്താന്ന് ചോദിച്ചു. നിസ്ബത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം അഡ്രസ്, മേൽവിലാസം. നിന്റെ റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു വാക്കിൽ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞു തരണമെന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് അള്ളാഹു ഇറക്കിയ സൂറത്താണിത്, സൂറത്ത് ഇഖ്ലാസ്. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ നിസ്ബത്ത്. അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു വാക്ക്, ഒരു സൂറത്ത് അതാണ്.
أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله നിന്റെ റബ്ബിന്റെ നിസ്ബത്ത് എന്താണെന്ന് ഖുറൈശിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മറുപടി ഒന്നും കൊടുത്തില്ല, മൗനമായി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നത്. ആ ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ സൂറത്ത് ഇഖ്ലാസ് ഉണ്ട്. സൂറത്ത് ഇഖ്ലാസ് ഖുറൈശികളുടെ ചോദ്യത്തിനുള്ള വളരെ പ്രസക്തമായ മറുപടി 4 ആയത്തുകൾ എന്ത് ചെയ്തു? അള്ളാഹു കൊടുത്തു. നമുക്കിത് ചിലപ്പോൾ വെറും 4 ആയത്തായിരിക്കും, പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. അതിനപ്പോൾ നമുക്ക് വിശദീകരിക്കാനൊന്നും എന്താ പറയണത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ നബിയേ, നിങ്ങളോട് അവർ ചോദിക്കുന്നില്ലെങ്കിൽ അവർക്ക് നിങ്ങൾ ഇങ്ങനെ മറുപടി കൊടുക്കുന്നു. ഹുവല്ലാഹ്, അവനാണ് അല്ലാഹ്. അവനാണ് അല്ലാഹ്. അവൻ ആരാ? എന്താ അവൻ അഡ്രസ്? അടിസ്ഥാനപരമായ അവന്റെ മേൽവിലാസം അഹദ്, അവൻ ഏകനാണ്, അവൻ ഒരുവനാണ്, അവൻ ഒറ്റക്ക. ഏകാധിപതിയാണ്, സർവാധിപതിയാണ്, സമഗ്രാധിപതിയാണ്, സമസ്താധിപതിയാണ്. അവനെ വെല്ലാൻ ആർക്കും കഴിയൂല. തൗഹീദിന്റെ, ഈമാനിന്റെ, അഖീദയുടെ, ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അല്ലാഹു ഒരുവനേ ഉള്ളൂ എന്ന വിശ്വാസം. അവൻ ഒരുവനേ ഉള്ളൂ എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, അവൻ മാത്രമേ ഉള്ളൂ, ഒറ്റക്ക് അവൻ മാത്രമേ ഉള്ളൂ. അല്ലാത്തവരൊക്കെ ഏതെങ്കിലും രൂപത്തിൽ ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചു, ആരെങ്കിലുമൊക്കെ ആശ്രയിക്കും. പക്ഷെ അള്ളാഹ്ക്ക് ആരെയും ആശ്രയിക്കേണ്ടതില്ല. അല്ലാഹു സ്വമദ്, എല്ലാവർക്കും ആവശ്യമാണ് ആരെ? അള്ളാനെ. പക്ഷെ അള്ളാഹ്ക്ക് ഒരാളെയും ആവശ്യമില്ല. അവൻ സമദാണ്, അത്താണിയാണ്, അവൻ നിരാശ്രയനാണ്, ആരെയും ആശ്രയിക്കാത്തവനാണ്. ലം യലിദ് വലം യൂലദ്, ഇല്ലാത്ത കാര്യങ്ങളൊന്നും അവന്റെ മേൽ നിങ്ങൾ കെട്ടിച്ചമച്ച് പറയണ്ട. അവൻ ജനിച്ചവനല്ല, ജനിപ്പിച്ചവനല്ല. അവൻ ആരുടെയും വാപ്പയല്ല, ആരുടെയും സന്തതിയുമല്ല. അങ്ങനെ പറഞ്ഞവരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്, എല്ലാ കൂട്ടത്തിലുണ്ട്. നമ്മളതൊന്ന് പറഞ്ഞതാണ്. നസാറാക്കൾ എന്താ പറഞ്ഞത്? ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മകനാണ്. അതുപോലെ യഹൂദികൾ പറഞ്ഞു ഉസൈർ നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മകനാണ്. അവര് മാത്രമല്ല, മുശ്രിക്കീങ്ങളും പറഞ്ഞു. മുശ്രിക്കീകൾ കുറച്ച് കടുപ്പപ്പെട്ട വാക്ക് ചിലതൊക്കെ പറഞ്ഞത് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. മലക്കുകൾ അള്ളാഹിന്റെ പെൺമക്കൾ. അള്ളാഹ്ക്ക് ഇങ്ങനെ പെൺമക്കൾ ഉണ്ടായിരുന്നു, അതിന്റെ റൂട്ടും കൂടി ചെയ്തിട്ടുണ്ട്. അവര് പറഞ്ഞു അവർ അള്ളാഹുവിനും ജിന്നുകൾക്കുമിടയിൽ കുടുംബ ബന്ധത്തെ ഉണ്ടാക്കി. അതിന് വിശദീകരിച്ച് മുഫസ്സിരികൾ പറയുന്നുണ്ട്, ജിന്ന് വർഗത്തിൽപ്പെട്ട ഉന്നതന്മാരായ അവരുടെ നേതാക്കന്മാരുണ്ടല്ലോ, ആ നേതാക്കന്മാരുടെ മക്കളെ, പെൺമക്കളെ അള്ളാഹു വിവാഹം ചെയ്യുകയും ആ ബന്ധത്തെ
ദൈവത്തിൽ നിന്ന് മലക്കുകളാകുന്ന പെൺമക്കൾ പിറക്കുകയും ചെയ്തു എന്ന്. ഇതാര് പറഞ്ഞതാണ്? മുശ്രിക്കീങ്ങൾ പറഞ്ഞതാണ്. അവരെ പല ജാതി ശിർക്കിലാക്കാൻ, പല ജാതി കല്ലിലും മുള്ളിലും തൂണിലും തുരുമ്പിലൊക്കെ അവര് ദൈവത്തെ കാണും. അവര് ദിവ്യത്വം പറയാം. 330 കോടി ദൈവങ്ങളുടെ ആളാകും. ഓരോന്നിനും ഓരോ ദൈവം. എന്തിനാ ഏതിനാ എപ്പോഴാന്നൊന്നും പ്രത്യേകിച്ചൊരു വകതിരിവില്ലാത്ത ഒരു പ്രത്യേക ജീവിതം, ഗതികെട്ട ജീവിതം. നിങ്ങൾ ശരിക്കും ആലോചിക്കുക, നമ്മുടെ ജീവിതം എത്ര റാഹത്ത. എന്ത് പ്രശ്നം വന്നാലും ആരെ മാത്രം വിളിച്ചാൽ മതി? അള്ളാനെ ഒരു ടെൻഷനില്ല. എന്ത് പ്രശ്നം വരും ഉറപ്പാണ്. പ്രശ്നം തീർച്ച വന്നിരിക്കും. നിങ്ങൾ മുഅ്മിനീങ്ങളാണോ മുസ്ലിമീങ്ങളാണോ? അള്ളാഹ് പറഞ്ഞതാ ഖുർആനിൽ, നിങ്ങളെ ഞാൻ പരീക്ഷിച്ചിരിക്കും. അതിനെ സംബന്ധിച്ച് നമുക്ക് ഞാൻ അടുത്ത ആഴ്ച പറയേണ്ട വിഷയം. പരീക്ഷിച്ചിരിക്കും. പക്ഷേ എന്ത് പ്രശ്നം വന്നാലും, എന്ത് പരീക്ഷണം വന്നാലും, എന്ത് ഇടങ്ങേറ് വന്നാലും രണ്ടാമതൊന്നും ആലോചിക്കാൻ നമുക്ക് അങ്ങനത്തെ ഗതികേടില്ല. ആകെ ആലോചിക്കേണ്ടത് ആരിലേക്ക് മാത്രമേ ഉള്ളൂ? അല്ലാഹ്. അതെപ്പോഴും അങ്ങനത്തെ, ഏത് കാര്യത്തിലും ഏത് സമയത്തിലും എപ്പോഴും അള്ളാനെ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയൊരു പ്ലസ് പോയിന്റ്. എത്ര റാഹത്തുള്ള ജീവിതം. പക്ഷേ അവിടെയും ഇടങ്കോലിട്ട് ആര്? ശൈത്താൻ. കൊണ്ട് ചില ആൾക്കാർക്കൊക്കെ സംശയം, അള്ളാനെ നേരിട്ട് വിളിച്ചാൽ അള്ളാഹ്ക്ക് കേൾക്കാൻ പറ്റുമോ? അന്നല്ലാത്ത ചില ആളുകളൊക്കെ കൂട്ടുപിടിച്ചാലേ ചിലതൊക്കെ ശരിയാകൂ. അങ്ങനത്തെ അബദ്ധജടിലമായ ചില ചിന്തകൾ ശൈത്താൻ തന്നതാണ്. ഉമ്മത്ത് കുടുങ്ങിപ്പോയി. കൊണ്ടൊരു പ്രശ്നം വന്നാൽ ഉടനെ ഉള്ളിൽ നിന്ന് അള്ളാ എന്നല്ല വരിക. ചില വാക്കുകളൊക്കെ കേട്ടാൽ നമുക്കിങ്ങനെ ഒരു പ്രയാസം വരും, അടങ്ങേറ് വരും, വേറെ പലതോ വരിക. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അള്ളാനെ ഇടപെടിക്കാൻ മടി, പ്രയാസം. അതൊക്കെ ഒരു ഗതികേടാണ്. അമ്മ ചോദിക്കാം, നിങ്ങൾ എന്നോട് പറയും, ഞാൻ അടുത്തിട്ടല്ലോ. നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ നിങ്ങളോട് അടുത്തവൻ ആരാ? ഞാൻ. കണ്ടനാടിയിലൂടെ ഒരു മനുഷ്യന്റെ കണ്ടനാടി അവിടെ ഉള്ളിൽ കിടക്കുന്ന സാധന, അവന്റെ ശരീരത്തിന്റെ ഉള്ളോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒന്നാണെന്ത്? കണ്ടനാടി. അള്ളാഹ് പറയാം, അത് നിങ്ങളുടെ ശരീരത്തോട് എത്രത്തോളം ഒട്ടിക്കിടക്കുന്നുണ്ടോ, ചേർന്ന് കിടക്കുന്നുണ്ടോ, എത്രത്തോളം അടുത്താണോ അതിനേക്കാൾ അടുത്താണ് ഉള്ളത് ഞാൻ. അപ്പൊ പിന്നെ വിളിക്കാൻ എളുപ്പം. എന്തിനാ അല്ലാത്തതിലേക്ക് പോണത്? എന്തിനാ അല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? അതിന് എത്ര ന്യായം പറഞ്ഞാലും ശരി, എത്ര വാദിച്ചാലും ശരി, വ്യാഖ്യാനിച്ചാലും ശരി, വളച്ചൊടിച്ചാലും ശരി, അല്ല അല്ലാത്തതൊന്നും ഹക്കല്ല. അതൊരു യാഥാർത്ഥ്യമാണ്, സത്യം. നമ്മളെ മനസ്സിനെന്ത് ചെയ്യണം? പാകപ്പെടുത്തിയേ പറ്റും. കാരണം ശൈത്താൻ ചില വസ്വാസങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലിട്ടിരുന്നുണ്ട് നമുക്ക് പലപ്പോഴും സംശയം വരും. നമ്മൾ ചിലപ്പോ പരസ്യമായിട്ട് പറഞ്ഞോളൊന്നുമില്ല, പരസ്യമായിട്ട് എന്നാലും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ചെറിയ അക്കച്ചക്ക. ഈ അക്കച്ചക്ക വന്നാൽ തന്നെ എന്തായി? ഈമാൻ പൊളിഞ്ഞു. അതാണ് ഈമാന്റെ പ്രത്യേകത. സംശയമില്ലാത്ത വിശ്വാസത്തിന്റെ പേരാണ് ഈമാൻ. സംശയം വന്നാൽ പിന്നെ അതിന് ഈമാനൊന്നും പേര് പറയില്ല, അതിന് വേറെ പലതും പറയും. ചില സമയത്ത് അതിനെ നിഫാഖ് എന്ന് വിളിക്കും, ചില സമയത്തിന് അതിന് ശിർക്ക് എന്ന് വിളിക്കും, ചില സമയത്ത് അത് കുഫ്ർ എന്ന് പറയും, ചില സമയത്ത് വേറെ പലതൊക്കെ എന്ത് ചെയ്യും? ഈമാൻ എന്ന് വിളിക്കണമെങ്കിൽ പിന്നെ കലപ്പുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അല്ലാഹു അവനാണ് അത്താണ്, അവനാരെയും ആശ്രയിക്കില്ല. അതുകൊണ്ട് അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് ആരും പറയണ്ട, അല്ലെങ്കിൽ അള്ളാഹു ആരുടെയെങ്കിലും മകനാണ് എന്നും പറയണ്ട. അള്ളാഹുവിന് തുല്യനായി, അവന് പകരക്കാരനായി, അവന് പങ്കുകാരായി, അവനോളം പോന്ന, അവനൊപ്പം നിൽക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവന്റെ മുകളിൽ നിൽക്കാൻ കഴിയുന്ന ആരും തന്നെ ഇല്ല. കുഫു ഒക്കൂല. അള്ളാഹ്ക്ക് ഒരു കാര്യത്തിലും സൃഷ്ടികളോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അള്ളാന്റെ ഒപ്പം എത്തിച്ചേർന്ന് നിൽക്കാൻ ഇതിരി പോകുന്ന സൃഷ്ടികളായ നമുക്ക് എന്ത് അധികാരമുള്ളത്, എന്ത് യോഗ്യതയുള്ളത്? അതുകൊണ്ട് നമ്മൾ ആരെ മനസ്സിൽ സങ്കല്പിച്ച് വിളിച്ചാലും ആരോട് പറഞ്ഞാലും ശരി, അവരൊക്കെ നമ്മളെ പോലത്തെ ചില മഹ്ലൂക്കീങ്ങളാണ്. അവർക്ക് ഒരു പക്ഷെ അള്ളാഹുവിനൊക്കെ വലിയ സ്ഥാനം ഉണ്ടാവും, പക്ഷെ ആ സ്ഥാനം വെച്ചിട്ട് അവര് അള്ളാഹിനെ പോലെയാണെന്ന് പറയാൻ അള്ളാഹ് ലഭിക്കില്ല, നമുക്ക് അനുവാദമോ അധികാരമോ തന്നിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഏറ്റവും നല്ല വാക്കുകൾ സൂറത്ത് ഇഖ്ലാസിന്റെ വാക്കുകൾ.
അത് ഇൻഷാ അല്ലാഹ് ശരിയായ നിലയിൽ ചിന്തിച്ചിട്ട് വേണം പഠിക്കാൻ. അത് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നില്ല, വിശദീകരിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കാൻ തോന്നിക്കൽക്കുമാണ്. അതുകൊണ്ട് ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ നമുക്ക് കൊടുക്കാനുള്ള മറുപടി എന്താണ്? സൂറത്ത് ഇഖ്ലാസ് പഠിക്കുക. സൂറത്ത് ഇഖ്ലാസ് ഞാൻ എഴുതിത്തരാം, അല്ലെങ്കിൽ സൂറത്ത് ഇഖ്ലാസ് ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം, വിശദീകരിച്ചു തരാം. ഇതാണ് പറഞ്ഞെടുത്താൽ മതി. മുശ്രിക്കുകൾക്കൊക്കെ ഒന്ന് മതിയായി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ ഓതി കൊടുത്തു, അതവർക്ക് മതിയായി. അവരന്ന് വരെ ചിന്തിച്ചിരുന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള മറുപടിയാണത് സൂറത്ത് ഇഖ്ലാസ്. പിന്നെയും അവർ അംഗീകരിക്കാതിരുന്നതിന്റെ പിന്നിൽ വേറെ ചില കാര്യങ്ങളാണ്, അല്ലാതെ അവർക്ക് ഹക്ക് ബോധ്യപ്പെടാത്തതുകൊണ്ട് വേറെ ചില കാര്യങ്ങൾ. അതിന് ഈഗോ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം, ഈഗോ. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അവർ വീണ്ടും സത്യത്തെ നിഷേധിക്കാൻ കാരണമാണ്. കൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് അള്ളാഹിനെ പരിചയപ്പെടുത്താനും അള്ളാഹിനെ മനസ്സിലാക്കാനും വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അതുപോലെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മഹത്വമുള്ള ഒരു ആയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന സഹാബാക്കളോട് ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നല്ല ആയത്ത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എന്താണത്? ആയത്തുൽ കുർസി. ഏത് സൂറത്തിലാണത്? സൂറത്ത് ബഖറയിൽ. എത്രാമത്തെ ആയത്താണ്? 255. 255. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്തുണ്ടെങ്കിൽ അത് ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയിൽ എന്താ പറയുന്നത്? ആയത്തുൽ കുർസിയിൽ എന്താ വിഷയം? അള്ളാഹിനെ കുറിച്ചിട്ടാ പറയുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഒരു ആയത്ത് ഏകദേശം 5-6 വരികളുണ്ട്. എന്താ വിഷയം? അള്ളാഹിനെ കുറിച്ച് പറയാം. ആ ആയത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുർആനിൽ ഇതുപോലത്തെ ഒരു ആയത്ത് വേറല്ല. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു, അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതൊരു പ്രഖ്യാപിത നിലപാടാണ്, ഒരു പ്രഖ്യാപിത നിലപാട്. അലംഘനീയമായ നിയമം എന്നൊക്കെ പറയില്ലേ, ലംഘിക്കാൻ കഴിയാത്ത ഒരു വാക്കാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു. അവനല്ലാതെ ഇലാഹായി വേറെ ആരുമില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എന്നൊന്നും ജീവിച്ചിരിക്കുന്നവൻ അവനാണ്. എല്ലാ കാര്യങ്ങളെയും ഒറ്റയ്ക്ക് നിയന്ത്രിക്കുന്നത് അവനാണ്. ഹയ്യാണ്, ഖയ്യൂമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ഉറക്കും ക്ഷീണമൊക്കെ നിങ്ങൾക്ക് ഉള്ളൂ, നമുക്കില്ല. അല്ലാഹു പറയാം, ഉറങ്ങണതും തൂങ്ങണതും റെസ്റ്റ് എടുക്കേണ്ടി വരുന്നതും അലസത വരുന്നതൊക്കെ ആർക്കുള്ളൂ അല്ലേ? ഇതിങ്ങനെ ഓതുമ്പോ വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉണ്ടോ? നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷീണം വരുന്നുണ്ട്, പ്രയാസം സ്വാഭാവികമാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് ഇടങ്ങേറായി ക്ലാസ്സിൽ വന്നിരുന്നാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ ഉറക്കൊക്കെ വരും. ഞാനിവിടെ നിങ്ങൾ ഒച്ചടുന്നോണ്ടാണ്. നമ്മളെ വഴി ഇപ്പോൾ അടുക്കുകയാണെങ്കിൽ ഞാനേക്കാൾ ആദ്യം ഉറങ്ങാം. അതൊരു നമ്മളൊരു അവസ്ഥയാണ്. അള്ളാഹു പറ, അതൊക്കെ നിങ്ങൾക്ക് ഉള്ളൂ, ആർക്കില്ല? എനിക്കില്ല. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം. ഉറക്കമോ ക്ഷീണമോ മയക്കമോ ഒരിക്കലും അള്ളാഹുവിനെ ബാധിക്കില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആകാശങ്ങളിലുള്ളവയും ഭൂമിയിലുള്ളവയൊക്കെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. അതിനെ പടച്ചതും അതിനെ സംഹരിച്ചതും അതിനെ പരിപാലിച്ചതും അതിനെ സംരക്ഷിച്ചതും അതിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും നിയന്ത്രിക്കാൻ ഇരിക്കുന്നതും ഒക്കെ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അള്ളാഹു യഅലമു മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി. അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്താൻ ആർക്കാ സാധിക്കുക? മൻ ദല്ലദീ യശ്ഫഉ. അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ ആർക്ക് കഴിയും? അള്ളാന്റെ മുമ്പിൽ വാപോളിച്ചിട്ട് എന്തെങ്കിലും പറയാൻ ആർക്കെങ്കിലും കഴിയോ? ഇല്ല ബിഇذനിഹി. നീ സംസാരിക്കുന്നു പറഞ്ഞാൽ മാത്രമേ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയുള്ളൂ.
നിങ്ങൾ ഷഫാഅത്തിന്റെ പേരും പറഞ്ഞ് ചെന്നിട്ട് ഞാൻ ഷഫാഅത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അത് തൊള്ള തുറക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. ഇല്ല, ഇതിന് അള്ളാഹ് തീരുമാനിക്കണം, അള്ളാഹ് അനുവാദം തരണം. നീ എന്ന് പറയുമ്പോഴേ ഈ നാവ് ജനിക്കാൻ തുടങ്ങും, അപ്പോഴേ ഷഫാഅത്ത് കിട്ടുള്ളൂ. അള്ളാന്റെ വേറെ ഏത് കാര്യത്തിലായാലും ശരി ഇടപെടാൻ അള്ളാന്റെ അനുവാദം ഇല്ലാതെ കഴിയില്ല. നിങ്ങൾക്ക് മുമ്പിലുള്ളതും നിങ്ങൾക്ക് പിറകിലുള്ളതൊക്കെ ആർക്കറിയാം? നിങ്ങളുടെ മുൻപിൻ ജീവിതവും ജീവിതത്തിന്റെ ഉള്ളറകളൊക്കെ അള്ളാഹുവിന് നന്നായി അറിയാം. അള്ളാഹുവിന്റെ അറിവിന്റെ ലോകം അത് എത്ര വിശാലാണ്. അള്ളാഹുവിനെ പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. അഥവാ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അറിവ് ആര് തന്നതാണ്? അള്ളാഹു. അള്ളാഹ് ഉദ്ദേശിച്ചത് എന്തോ അത് മാത്രമാണ് നിങ്ങൾ ഈ പറയുന്നതും ഈ കേൾക്കുന്നതും നിങ്ങൾ പഠിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ. അള്ളാഹ് നൽകിയ തുച്ഛമായ മനുഷ്യർക്ക് നൽകപ്പെട്ട ഇൽമിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത് വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാണ്. നിങ്ങൾക്ക് വളരെ കുറച്ച് അറിവ് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ കുറച്ച് അറിവുകൊണ്ടാണ് നമ്മൾ ലോകം കീഴടക്കി എന്ന് പറയുന്നത്, ആകാശം കീഴടക്കി എന്ന് പറയുന്നത്. ഞങ്ങളെപ്പോലെ ഇനി ആരുമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കണത് അല്ലേ? ലോകം അത്രയും വളർന്നു, സാങ്കേതിക വിദ്യകളൊക്കെ ഇങ്ങനെ വളർന്ന് വികസിച്ച് നമുക്കൊന്നും പിടുത്തം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. മനുഷ്യൻ ചെയ്തിരുന്നതൊക്കെ യന്ത്രങ്ങൾ ചെയ്യുന്ന, റോബോട്ടിക് സംവിധാനങ്ങൾ ചെയ്യുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് മനുഷ്യനിങ്ങനെ കാതോർത്തോണ്ടിരിക്കുക. മനുഷ്യന്റെ കൈകൾ, അവന്റെ അറിവ്, അവന്റെ ചിന്ത അല്ലെ എന്തോ സംഭവം എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ അള്ളാഹ് പറയാം വളരെ കുറച്ച് തുച്ഛം, ഇത് മാത്രമേ ആരും തന്നിട്ടുള്ളൂ, അള്ളാഹ് നിങ്ങൾക്ക് തന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ഈ എളിഞ്ഞ് നടക്കുന്നത്. നിങ്ങൾ അള്ളാഹിനെ സംബന്ധിച്ച് എന്താ കരുതിയത്, എന്താ ചിന്തിച്ചത്? അള്ളാഹുവിന് ഒരു സിംഹാസനം, അള്ളാഹുവിന് അവന്റെ രാജാധികാരത്തിന്റെ വിശാലമായ അവന്റെ ലോകമുണ്ട്. ആകാശങ്ങളെക്കാളും ഭൂമിയെക്കാളും ഒക്കെ വിശാലമായി കിടക്കുന്നതാണ് അവന്റെ കുർസി, അവന്റെ സിംഹാസനം. ഏഴ് ആകാശം എന്നൊക്കെ കേൾക്കുമ്പോൾ, ഭൂമി, കടലും കരയും അതിന്റെ ഉള്ളറകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഇടങ്ങേറൊന്നാണെന്ന് ചിന്തിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ആകാശങ്ങളെ സംരക്ഷിക്കുക എന്നതും ഭൂമിയെ സംരക്ഷിക്കുക എന്നതും അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കുക, നിയന്ത്രിക്കുക, പരിപാലിക്കുക, കൈകാര്യം ചെയ്യുക, ഇതൊന്നും അള്ളാഹുവിനെ ബാധിക്കുന്ന കാര്യമില്ല. അള്ളാഹ്ക്ക് പ്രയാസമൊന്നുമില്ല. അള്ളാഹ് ഇനിയിപ്പോ നാളെ എന്താ ചെയ്യാന്ന് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഇല്ലേ ഇല്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹു ഉദ്ദേശിച്ച തർത്തീബിനനുസരിച്ച് വളരെ നിഷ്പ്രയാസം എളുപ്പത്തിൽ അള്ളാഹ് തന്നെ എന്ത് ചെയ്യാണ് നടത്തിക്കൊണ്ടിരിക്കുക. അവൻ അങ്ങേറ്റം ഉന്നതനാണ്, അവൻ മഹത്വമുള്ളവനാണ്. ഈ അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് നമുക്ക് തിരിച്ചറിവുണ്ടാകും. അള്ളാഹുവിനെ കുറിച്ച് ബോധ്യം ഉണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ, അള്ളാഹുവിനെ കുറിച്ച് ബോധ്യം വരാൻ അള്ളാഹിന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ അത്ഭുതകരമായ സംവിധാനങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞത് എന്ത്? അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ. 7 ആകാശങ്ങളെ തട്ടുതട്ടുകളായി പടച്ചു. നീ ചിന്തിക്കുന്നു പടച്ചോ പറഞ്ഞല്ലോ. അതിനുശേഷം എന്താ പറഞ്ഞത്? നിന്റെ നോട്ടത്തെ നീ മടക്കെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കടന്നുറങ്ങിക്കൊന്നല്ല. എന്നതിനർത്ഥം നിന്റെ കണ്ണു തുറക്ക്, നിന്റെ മനസ്സ് തുറക്ക്, നിന്റെ അറിവിന്റെ ലോകം തുറക്ക്. നീ നിരീക്ഷിക്ക്, നീ ചിന്തിക്ക്, നീ പഠിക്ക്, നിന്റെ കഴിവുകൾ നീ പ്രയോഗിക്ക്. ആകാശത്തെ കുറിച്ച് പഠിക്കാൻ ഖുർആനാ പറഞ്ഞത്. ആകാശത്തെ കുറിച്ച് പഠിക്കാൻ ഖുർആനാ. പക്ഷെ ആകാശത്തെ കുറിച്ച് പഠിക്കുന്നത് എന്തിനാകണം? ആകാശത്തിന്റെ ഉടമസ്ഥനെ മനസ്സിലാക്കാനാണ്. അല്ലാതെ ആകാശത്തിന്റെ ഉടമസ്ഥനെ നിഷേധിക്കാൻ വേണ്ടി ആകരുത്. ലോകത്തിന്റെ ഒരു ക്രമം വെച്ചിട്ട് നോക്കിയാൽ ആകാശത്തെ കുറിച്ച് പഠിക്കുന്നവരിലധികവും 90% അള്ളാഹിനെ പഠിക്കാനാണോ അള്ളാഹിനെ നിഷേധിക്കാനാണോ പഠിക്കുന്നത്? അള്ളാഹിനെ നിഷേധിക്കും. ലോകത്തിന്റെ രീതി അതാണ്. പക്ഷെ അള്ളാഹ് പറഞ്ഞത് നിങ്ങൾ ചിന്തിക്ക് പഠിക്കുന്ന. പക്ഷേ എന്താ പഠിക്കേണ്ടത്? അള്ളാഹിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞുതരും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞുതരും. ഞാൻ വെല്ലുവിളിക്കാം. അള്ളാഹ് പറയാം വെല്ലുവിളിയാ.
രണ്ടാമതും നോക്ക്, മൂന്നാമതും നോക്ക്. മൂന്നാമതും നീ ഒന്ന് പഠിക്കുക, നീ ഒന്ന് ചിന്തിക്കുക. അതുകൊണ്ട് അള്ളാനെ മനസ്സിലാക്കാൻ, അള്ളാന്റെ കഴിവ് മനസ്സിലാക്കാൻ, അള്ളാന്റെ അളമത്ത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു മാർഗ്ഗം അല്ലെങ്കിൽ ഒരു വഴി എന്താണ്? ഈ ആകാശത്തെ കുറിച്ച് ചിന്തിക്കുക, ഈ ഭൂമിയെ കുറിച്ച് ചിന്തിക്കുക, ആ സൂര്യനെ കുറിച്ച് ചിന്തിക്കുക, ആ ചന്ദ്രനെ കുറിച്ച് ചിന്തിക്കുക, നക്ഷത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുക, പർവ്വതങ്ങളെ കുറിച്ച് ചിന്തിക്കുക, കടലിനെ കുറിച്ച് ചിന്തിക്കുക, കരയെ കുറിച്ച് ചിന്തിക്കുക, മനുഷ്യനെ സംബന്ധിച്ച് ചിന്തിക്കുക, ആണിനെ പറ്റി ചിന്തിക്കുക, പെണ്ണിനെ പറ്റി ചിന്തിക്കുക, ഇഴയുന്ന ജന്തുക്കളെ പറ്റി ചിന്തിക്കുക, വന്യജീവികളെ പറ്റി ചിന്തിക്കുക. സകലമാന സൃഷ്ടികൾ നമുക്ക് കാണാവുന്ന തരത്തിൽ, ചിന്തിക്കാൻ പറ്റുന്ന തരത്തിൽ അള്ളാഹ് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ മുന്നിൽ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചാൽ, ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ആരിലേക്ക് എത്താം? അള്ളാഹുവിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ നന്നായി ചിന്തിക്ക്, പഠിക്കും. പക്ഷേ ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വഴിതെറ്റിപ്പോകരുത് എന്ന് അള്ളാഹ് പ്രത്യേകം പറയുന്നത്. അതുകൊണ്ട് സൂറത്തുൽ നംലിൽ അള്ളാഹുവിന്റെ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ കാണാം. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല ലക്കും മിനസ് സമാഇ മാഅ ഫഅംബത്നാ ബിഹി ഹദായിക ദാത ബഹ്ജ മാ കാന ലക്കും അൻ തുംബിതു ശജറഹാ അഇലാഹും മഅല്ലാഹ് ബൽ ഹും ഖൗമുൻ യഅദിലൂൻ. അല്ലാഹു ചെയ്യുക അമ്മൻ ഖലഖസ് സമാവാതി വൽ അർദ്. എന്താണർത്ഥം? ആകാശങ്ങളെ സൃഷ്ടിച്ചതാരാ? ഭൂമിയെ സൃഷ്ടിച്ചതാരാ? വഅൻസല ലക്കും മിനസ് സമാഇ മാഅ. ആകാശത്ത് നിന്ന് സമൃദ്ധമായതിനെ നിങ്ങൾക്ക് വെള്ളത്തെ, മഴയെ ഇറക്കി തന്നതും ആരാ? അങ്ങനെ അള്ളാഹ് പറയാ, ആ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറക്കിയിട്ട് ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഫലസമ്പുഷ്ടമായ എത്രയെത്ര തോട്ടങ്ങളെ നാം ഉൽപ്പാദിപ്പിച്ചു, നാം ഉണ്ടാക്കി. നിങ്ങളത് കാണുന്നില്ലേ? അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വൃക്ഷത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിത്തിനെ മുളപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു? നിങ്ങളാണോ മുളപ്പിച്ചത്? നാമല്ലേ എന്ന് അത് ചെയ്യും. എന്നിട്ട് എന്താ ചോദ്യം? ഇങ്ങനെയൊക്കെ ചെയ്ത അമ്മയാകുന്ന എന്റെ കൂടെ വേറൊരു ഇലാഹുണ്ട് എന്ന വാദം നിങ്ങൾക്കുണ്ടോ? വേറൊരു ഇലാഹുണ്ട് എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? നിങ്ങൾ സത്യത്തിൽ നിന്ന് ഒരുപാട് തെറ്റിപ്പോവാണ്. ഒന്നാമത്തെ ചോദ്യം. അതിന്റെ തൊട്ട് താഴെ വീണ്ടും ആയിട്ട് കാണാം. ഈ ഭൂമിയെ വിധാനിച്ച് നിങ്ങൾക്ക് താമസയോഗ്യമാക്കി തന്നത് ആരാ? വീണ്ടും ചോദിക്കുക. ആ ഭൂമിയുടെ പല ഭാഗങ്ങളിലായി അതിന്റെ ഇടകളിൽ കൂടി നദികളെ ഒഴുക്കി തന്നത് ആരാ? ആ ഭൂമിയെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് അതിന് ആണികൾ എന്ന നിലയിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചതും ആരാ? ലോകങ്ങളുടെ മഹാത്ഭുതം. രണ്ട് സമുദ്രങ്ങൾ കൂടിക്കലർന്നു നിൽക്കുന്നു. പക്ഷേ രണ്ട് സ്വഭാവം, രണ്ട് പ്രത്യേകതകൾ, രണ്ട് അവസ്ഥകൾ. ഈ രണ്ട് ചേർന്ന് നിൽക്കുന്ന വെള്ളങ്ങൾക്കിടയിൽ, രണ്ട് ജലങ്ങൾക്കിടയിൽ മറ സൃഷ്ടിച്ചത് ആരാ? ആലോചിക്കും. എന്നിട്ട് വീണ്ടും എന്താണ് ചോദ്യം? ഇതൊക്കെ ചെയ്ത അള്ളാഹുവിന്റെ കൂടെ വേറൊരു ഇലാഹുണ്ട് എന്ന് നിങ്ങൾ വാദിക്കാം. അള്ളാഹ് പോരെ? പക്ഷേ മനുഷ്യരുടെ കൂട്ടത്തിൽ അധികം ആൾക്കാരും അറിയുന്നില്ല, അവർക്കൊരു വിവരവുമില്ല. അടുത്ത ചോദ്യം. ഗതിമുട്ടിയവൻ ആകാശത്തേക്ക് കൈനീട്ടിയാൽ, ഒന്ന് പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായി ആരും? അവന്റെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുക്കാൻ ആരുണ്ട്? ഉടമസ്ഥനായ അള്ളയുണ്ട്. നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങളെ സംവിധാനിക്കുകയും ചെയ്തിട്ട് ഭൂമിയിൽ പ്രതിനിധികളാക്കി നിങ്ങൾക്കൊരു ജീവിതം തന്നവൻ അവൻ അള്ളാഹുവാണ്. അവനാണ്
ആരാണ് ഇതൊക്കെ ചെയ്തത്? കൊണ്ട് ഇലാഹുമ്മ അല്ലാഹ്, ഇതൊക്കെ ചെയ്ത അള്ളാഹുവിന്റെ കൂടെ വേറൊരു ഇലാഹുണ്ട് എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നത് വളരെ അല്പം മാത്രം, വളരെ അല്പം മാത്രം. അമ്മൻ യഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ വമൻ യുർസിലിർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി അഇലാഹും മഅല്ലാഹ്. അടുത്ത ചോദ്യം, അമ്മൻ യഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കടലിലാകട്ടെ കരയിലാകട്ടെ, കടലിന്റെയും കരയുടെയും ഇരുളുകളിൽ നിങ്ങൾക്ക് വഴി കാണിച്ചത് ആരാണ്? അമ്മൻ യഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി, കാരുണ്യമാകുന്ന മഴയ്ക്ക് മുമ്പ് അതിന്റെ ഒരു സൂചന എന്ന നിലയിൽ ശാന്തമായ കാറ്റിനെ നിങ്ങളിലേക്ക് അയക്കുന്നവൻ ആരാണ്? അല്ലാഹുവാണ്. അങ്ങനെ നമ്മൾ ചോദിക്കുക, ഇലാഹുമ്മ അല്ലാഹ്, ഇതൊക്കെ ചെയ്തു തന്ന അള്ളാഹുവിന്റെ കൂടെ വേറൊരു ഇലാഹുണ്ട് എന്നാണ് നിങ്ങൾ വാദിക്കുന്നത്. അടുത്ത ചോദ്യം, അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അഇലാഹും മഅല്ലാഹ്. അമ്മൻ യബ്ദഉൽ ഖൽഖ, നിങ്ങളെ ആദ്യം പടച്ചുണ്ടാക്കിയവൻ ആരാണ്? സുമ്മ യുഈദു, പിന്നെ നിങ്ങളെ മരിപ്പിക്കുകയും രണ്ടാമത് പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരാ? വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ റിസ്ക് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും സംവിധാനിച്ച, തീരുമാനിച്ചു തന്ന, നിശ്ചയിച്ചു തന്ന, അതിന്റെ സൗകര്യങ്ങൾ ഏർപ്പാടാക്കി തന്ന ഇലാഹ് ആരാണ്? അവൻ ഒരുവനാണ്. ഇലാഹുമ്മ അല്ലാഹ്, ആ ഇലാഹിന്റെ കൂടെ, ആ അള്ളാഹുവിന്റെ കൂടെ വേറെ ഇലാഹുണ്ട് എന്ന് നിങ്ങൾ വാദിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതും അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുന്നതും സത്യസന്ധമായ നിലയിൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്ന അള്ളാഹിന്റെ നല്ല അടിമകളായി മാറാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ചിന്തകളെ നന്നാക്കണം, നമ്മുടെ നിരീക്ഷണങ്ങളെ നന്നാക്കണം, നമ്മുടെ പഠനങ്ങളെ നന്നാക്കണം, ചർച്ചകൾ നന്നാക്കണം. നിഷ്പക്ഷമായ നിലയിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹുലേക്ക് എന്ത് എത്തുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വേണ്ടില്ല. കാരണം അള്ളാഹിനെ കുറിച്ച് പഠിക്കുന്നവർ ദുനിയാവിൽ ഒരുപാടുണ്ട്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് പഠിക്കുന്നവർ ധാരാളം. ലോകത്തിന്റെ വിവിധങ്ങളായ മുക്കുമൂലകളിൽ ദിവസവും അതിൻ്റെ ഒരു പണി, വേറൊരു പണിയില്ല. കുറെ ആൾക്കാർ ആകാശത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി സമ്പത്ത് ചെലവെക്കുക, അതിനുവേണ്ടി സമയം ചെലവഴിക്കുക, അതിനുവേണ്ടി റിസ്ക് എടുക്കുക, ജീവൻ വരെ പണയം വെച്ചിട്ട് അവര് യാത്രകൾ നടത്തുക. കുറെ ആളുകൾ ഭൂമിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, ഭൂമിയുടെ പരിസ്ഥിതിയെ സംബന്ധിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കുറെ ആളുകൾ കടലിന്റെ അടിയിലായി, കടലിന്റെ അടിയിൽ എന്താ പഠിച്ചുകൊണ്ടിരിക്കുക, കടലിന്റെ ആഴങ്ങളെ കുറിച്ച് അവർ അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കടലിലും കരയിലും കുറെ ആളുകൾ അങ്ങ് ആകാശത്തൊക്കെ പഠിച്ചും നിരീക്ഷിച്ചും കൊണ്ടിരിക്കുക. പക്ഷെ അവരാരും അല്ലാഹുവിനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നഷ്ടം വലുതാണ്, നഷ്ടം വലുതാണ്. അതുകൊണ്ട് അല്ലാഹു പറയുന്നത് ഇതിനൊക്കെ കുറിച്ച് ചിന്തിക്കണം, പഠിക്കണം. അതിൽ നമുക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. പക്ഷെ പഠിച്ചിട്ട് നിങ്ങൾ ആരാകണം? നിങ്ങൾ ഭയങ്കര സംഭവമായിട്ടിട്ട് നിങ്ങളൊരു ഇലാഹിന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇലാഹിന്റെ കൂടെ പോകുന്ന ഒരു ദുരവസ്ഥയിലേക്കോ അല്ല എത്തേണ്ടത്. പഠിച്ച് അതിന്റെ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പദവി അബ്ദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു അടിമയാണ് എന്ന ചിന്ത വരും. ഞാൻ കേവലം ഒരു ചെറിയ അടിമയാണ് എന്ന ചിന്ത വരും. എന്റെ റബ്ബ് ആരാണ്? അല്ലാഹു ആണ് എന്ന തിരിച്ചറിവും ബോധ്യമാണ്. ഈ തിരിച്ചറിവും ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മളിങ്ങനെ 5 വക്ത് നിസ്കരിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുക. ഇല്ലെങ്കിൽ പിന്നെന്തോ ഉറക്കം വരും. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് 5 വക്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഭാരമായിരിക്കും. മറ്റുള്ള അമലമൊക്കെ അങ്ങനെ. അള്ളാഹുവിനെ കുറിച്ച് ശരിയായ നിലയിൽ അറിയുന്ന ആളുകൾക്ക് അതൊരു ലഹരിയാണ്, ഒരു അഭിരുചിയാണ്, ഒരു നിർവൃതിയാണ്, ഒരു അനുഭൂതിയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു പക്ഷെ ഉൾക്കൊള്ളാൻ കഴിയും. അതൊരു പ്രത്യേക രസമാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് പിന്നെ രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഒരു ഉണ്ടാവും, മുസല്ലയിലുണ്ടാവും. അവർ നിസ്കരിച്ചുകൊണ്ടിരിക്കും, ദീർഘമായി നിസ്കരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഞാൻ ഒരിക്കൽ വിരുന്നിന് പോയി. നബിതങ്ങൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. ഞാനും ആവേശത്തിൽ ചെയ്തു. നബിതങ്ങളുടെ മൗനമായി പിന്നിൽ നിന്നു. നബിതങ്ങൾ ബഖറ ഓതാൻ തുടങ്ങി. ഏതോതിയത്? ബഖറ.
ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു നിബിധങ്ങൾ ഇപ്പൊ നിർത്തിയേക്കാണ് അവിടെ നിർത്തുന്നില്ല. ബക്കറ പൂർത്തിയായി. ബക്കറ പൂർത്തിയായപ്പോൾ ഞാൻ കരുതി എന്നാ നിബിധങ്ങള് റുക്കുവിലേക്ക് പോകും. നിർത്തിയില്ല, പിന്നെ തുടങ്ങി. ഏത്? ആലി ഇമ്രാൻ. ആലി ഇമ്രാൻ പൂർത്തിയപ്പോ ഞാൻ കരുതി എന്നാ നിർത്തിയേക്കാരം. എവിടെ? അവിടെയും നിർത്തുന്നില്ല. ബക്കറയും ആലി ഇമ്രാനും കൂടി ഓതിയാൽ എവിടെ എത്തും? എത്ര ദിവസവും? അതെ, അലിഫ്ലാമിൻ ജുസ്, സയക്കൂലു ജുസ്, തിൽക്കർ റുസുലു ജുസ്, തിൽക്കർ റുസുലു, അതുപോലെ ലന്തനാലിന്റെ മുക്കാൽ ജുസ്. മൂന്നേ മുക്കാൽ ജുസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 70 പേജ്. എത്ര പേജ്? 70 പേജ് ഒരു റക്അത്തിൽ ഒരു മനുഷ്യൻ ഓതണമെങ്കിൽ അയാൾ എത്ര സമയം നിൽക്കേണ്ടി വരും? നേരത്തെ പറഞ്ഞ 1 മിനിറ്റിന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ 1 മണിക്കൂർ 10 മിനിറ്റും 1 മണിക്കൂർ 10 മിനിറ്റും ഒറ്റ ഖിയാമത്ത്, ഒറ്റ റക്അത്തിന്റെ കണക്കാണ് ഈ പറയുന്നത്. ഇബ്നു അബ്ബാസ് പറയാം, നിസ്കാരം മുറിച്ചാലോ എന്ന് വരെ ഞാൻ എന്ത് ചെയ്തു? എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിസ്കാരം എന്തിനാ നബി നിങ്ങൾ ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്നത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അഫല അകൂന അബ്ദൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് അള്ളാഹിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ ആരാകണം? ഒരു അബ്ദാകണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ തിരിച്ചറിവ് കിട്ടിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞ വാക്കാണത്, ഞാനൊരു അടിമയാണ്. എങ്ങനത്തെ അടിമ? റബ്ബിനെ നന്ദി പ്രകടിപ്പിക്കുന്ന, റബ്ബിന് ശുക്ർ പ്രകടിപ്പിക്കുന്ന ഒരടിമയായിട്ട് ഞാൻ മാറണ്ടേ എന്നാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് എന്ത് ചെയ്തിട്ടില്ല? ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഹദീസിന്റെ പല വാചനങ്ങളിലും കാണാം, നിന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലിൽ നീര് കിട്ടിയതാണ്. അത് 1-2 ദിവസത്തിന്റെ കണക്കല്ല. നമുക്ക് അഥവാ ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ നിന്നിട്ട് നീര് കെട്ടിയാൽ പിന്നെ അതൊരു വലിയ അത്ഭുതമാണ്. മാത്രമല്ല കാണുന്നവരോടൊക്കെ പരമാവധി പറയാനും നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കും. പിന്നെ മനസ്സിൽ പേടിയും ചെയ്യും, ഇങ്ങനെ നിന്നാല് ജീവിതം മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് അപ്പടി പറ്റില്ല എന്നറിഞ്ഞ നമ്മൾ വേഗം ചുരുക്കാൻ വെക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊതുവായ ഒരു ശൈലിയാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾക്കും ഇബാദത്തുകൾക്കും ഒക്കെ ഒരു രസം കിട്ടണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിനെ കുറിച്ച് അറിവ്. അതുകൊണ്ട് പരമാവധി നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുക, ചിന്തിക്കുക. ചിന്ത അതിലൂടെ ചിന്തിച്ച് വട്ടാകുന്ന ചില കേസുകളുണ്ട്. ആ അവസ്ഥയിലേക്ക് പോകരുത്. മനസ്സിലായോ? അങ്ങനെയാണ് ബുദ്ധിജീവികളൊക്കെ ചിലപ്പോൾ ഉണ്ടാകുന്നത്. മനസ്സിലായോ? ബുദ്ധി ഭ്രമം സംഭവിക്കുമ്പോഴാണ് ആ പേര് സാധാരണ പേര് എല്ലാവരും കൊടുക്കുക. അല്ലേ? ലോകത്തിന്റെ കണ്ണില് അവർ വലിയ ബുദ്ധിയുള്ള ജീവികളാണ്. പക്ഷെ അള്ളാന്റെ കണക്കില് ജീവി മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. അവർക്കെന്തില്ല? ജീവിയാണ്, പക്ഷെ എന്തില്ല? ബുദ്ധിയില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയാൽ അത് വലാലത്താണ്. അതുകൊണ്ട് ചിന്തിക്കാൻ പറഞ്ഞതിന് എന്തുണ്ട്? പരിധിയുണ്ട്. അള്ളാന്നൊക്കെ ചിന്തിച്ച് അള്ള ഇങ്ങനെ അള്ള എന്ത് അള്ളാനെ സൃഷ്ടിച്ചത് ആരെയിരിക്കും? അങ്ങനത്തെ ചില ചോദ്യങ്ങളുണ്ട്. അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ പിന്നെ അവിടെ ഇടപെടുന്നത് പിശാചായിരിക്കും. പിന്നെ ആ സംശയം തീർത്താൽ തീരില്ല. നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞത് മാത്രം ചെയ്താൽ മതി, ചിന്തിക്കാം. അതിനാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞത് അള്ളാന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ചുള്ള ചിന്തിക്കുക. അള്ളാന്റെ സൃഷ്ടിപ്പുകളെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ എവിടേക്ക് എത്തും? അള്ളാഹുവിലേക്ക് എത്തി. അള്ളാഹു എത്തിക്കുമാറാകട്ടെ. വേറെ കുറച്ച് ആയത്തുകളൊക്കെയുമായി ബന്ധപ്പെട്ട് ഓതണം പറയണമൊക്കെ ഉണ്ട്. പക്ഷെ സമയം ഒരുപാട്. അവിടെ നിങ്ങൾക്ക് ഇൻഷാല്ലാഹ് ബുദ്ധിയില്ല. ഖുർആനിന്റെ മിക്ക സൂറത്തുകളിലും പ്രധാനപ്പെട്ട വിഷയം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക. അള്ളാഹുവിനെ കൊണ്ട് എനിക്ക് അള്ളാഹിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന പരാതി ഒരിക്കലും ഇൻഷാല്ലാഹ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹിനെ പരിചയപ്പെടുത്താനെങ്കിലും വേണം. ഇൻഷാല്ലാഹ് നമുക്ക് കഴിയണം. അപ്പോഴാണ് നമ്മൾ ഒരു അബ്ദായി അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമയായിട്ട് മാറും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ കുറിച്ച് ഇൻഷാല്ലാഹ് നമ്മൾ കേൾക്കണം, പഠിക്കണം. അതൊക്കെ നമുക്ക് ഇൻഷാല്ലാഹ് വിശാലമായ സമയം കിട്ടുകയാണെങ്കിൽ അപ്പൊ നമുക്ക് പറയാം. ഇതിപ്പോ നമ്മൾ പറയേണ്ട 2 വിഷയങ്ങളിൽ ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ വിഷയം അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു. എന്തിനാ ജീവിക്കുന്നത്?
ഇനി മരണം വരും, ഇനി മരിച്ചിട്ട് എടുക്കാൻ പോണത്, എന്തിനാ അള്ള മരണം തന്നത്, എന്തിനാ ഈ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ കുറച്ചു കാലത്ത് ഒരു ആയുസ് തന്നത്, എന്താ അതിന്റെ ഉദ്ദേശം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്തുണ്ടാകണം, സ്വന്തത്തെക്കുറിച്ചും ചില ബോധ്യങ്ങൾ ഉണ്ടാകണം. അതിനെ സംബന്ധിച്ചിട്ട് ഖുർആനും ഹദീസും അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. തയ്യാറല്ലാരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا معنا ولا منا شقيا ولا مطرودا ولا محروما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. يا الله رسول كرنا إلا الله أرحم الراحمين يا الله أرحم الراحمين يا الله أرحم الراحمين يا الله. ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണല്ലോ, പാപങ്ങളായ അടിമകളാണല്ലോ, പാപങ്ങൾ ഒരുപാട് ചെയ്ത അടിമകളാണല്ലോ. നീ ഗഫൂറാണല്ലോ അല്ലോ, നീ ഗഫാറും ദുനൂബാണല്ലോ പടച്ചോനെ, നീ സത്താറും ദുനൂബാണല്ലോ അല്ലോ, നീ റഹീമും വദൂദുമാണല്ലോ പടച്ചോനെ. ഞങ്ങളോട് നീ പൊറുക്കണേ പടച്ചോനെ, ഞങ്ങൾക്ക് മാപ്പാക്കി താവുന്ന, പുറത്തു താവുന്ന, നിന്റെ റഹ്മത്ത് ചൊരിഞ്ഞു തരണേ അല്ല. നിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് നീ ഉൾപ്പെടുത്തണേ അല്ല. ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയും അർഹതയും അമലുകളൊന്നും ഞങ്ങളെ കയ്യിലില്ല പടച്ചോനെ. നീ നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് നിന്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ല. നിന്റെ പരിശുദ്ധ ഖുർആനിനെ സ്നേഹിക്കുന്ന, ഖുർആനിനെ ഏറ്റി നടക്കുന്ന നിന്റെ ഖുർആനിന്റെ അഹലുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ല. ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് പൂർണ്ണ ഇഖ്ലാസ് താ. ഇഖ്ലാസ് ഇല്ലാത്തതിന്റെ പേരിൽ ഇതൊക്കെ ഞങ്ങളുടെ മേലേക്ക് തന്നെ വലിച്ചു ചുരുട്ടി എറിയപ്പെടുന്ന ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ല. ഞങ്ങളുടെ ഒരു അമലുകളെയും നീ പാഴാക്കല്ലേ പടച്ചോനെ, എല്ലാം നീ സ്വീകരിക്കണേ അല്ല. പൊട്ടിപ്പൊളിഞ്ഞ അമലുകളാണല്ലോ അല്ല, ഇബാദത്തുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതാണല്ലോ പടച്ചോനെ. അല്ലാഹുവേ നീ നന്നാക്ക് പടച്ചോനെ, ഖൈറാക്കണേ അല്ല. ഞങ്ങളുടെ മാതാപിതാക്കൾക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ല. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ടല്ലോ പടച്ചോനെ, അവർക്കൊക്കെ പൂർണ്ണമായ മഗ്ഫിറത്ത് നൽകണേ അല്ല, മർഹമത്ത് നൽകണേ അല്ല. ബർസഖിന്റെ ജീവിതം റാഹത്തിലാക്കി കൊടുക്കണേ അല്ല. അവരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് സിഹത്തും ആഫിയത്തും നിന്റെ താഴത്തിലായിട്ടുള്ള നല്ല ദീർഘായുസ് നൽകണേ അല്ല. അവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കും പടച്ചോനെ. അവർക്ക് നല്ല മക്കളാക്കി ഞങ്ങൾ നീ മാറ്റണേ അല്ല. അവരുടെ എല്ലാ കാര്യങ്ങളും നീ തൃപ്തിയാക്കി കൊടുക്കണേ അല്ല. ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ മക്കളെയും നീ കബൂലാക്കണേ അല്ല. ഞങ്ങളൊക്കെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ പടച്ചോനെ. നല്ല കുടുംബജീവിതം താഴ്ന്ന, ദീനനുസരിച്ചുള്ള കുടുംബജീവിതം താഴ്ന്ന ഞങ്ങളെ, ഞങ്ങളുടെ ഭാര്യമാരെയും ഞങ്ങളുടെ മക്കളൊക്കെ നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ല. ദീനിന് മുൻഗണന കൊടുക്കുന്നവരാക്കണേ പടച്ചോനെ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും തൃപ്തിയാക്കി തരണേ പടച്ചോനെ. ഞങ്ങളുടെ ദുനിയാവിന്റെ കാര്യങ്ങളും ദീനിന്റെ കാര്യങ്ങളും ആഖിറത്തിന്റെ കാര്യങ്ങളും ഒക്കെ തൃപ്തിയാക്കി തരണേ പടച്ചോനെ. ഞങ്ങൾ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട് പടച്ചോനെ, കുറെ സങ്കടങ്ങളുണ്ട്, കുറെ പ്രയാസങ്ങളുണ്ട് പടച്ചോനെ. ആരോടും പറയാത്ത കുറെ വിഷയങ്ങളുണ്ട് അല്ലാഹുവേ. എല്ലാം പരിഹരിച്ചു താ പടച്ചോനെ. എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണ പടച്ചോനെ. ഞങ്ങളുടെ കുടുംബങ്ങളിലെ, ഞങ്ങളുടെ ബന്ധങ്ങളിലെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് പടച്ചോനെ. ചെറുപ്പക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളുണ്ട് പടച്ചോനെ. അവരുടെ കാര്യം നീ ഒന്ന് പ്രത്യേകം പരിഗണിക്കണേ അല്ലാ. അവർക്ക് ഹിദായത്തിന്റെ വഴി കാണിച്ചു കൊടുക്കും പടച്ചോനെ. ദീനിനെ സ്നേഹിക്കുന്നവരാക്കണേ അല്ലാ. ദുനിയാവിന്റെ പിടുത്തത്തിൽ നിന്ന് അവരെ നിരീക്ഷിക്കണേ അല്ലാ. ലഹരിയുടെ പിടുത്തത്തിൽ നിന്ന് അവരെ നിരീക്ഷിക്കണേ പടച്ചോനെ. ഹറാമുകളുടെ പിടുത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കണേ അല്ലാ. അവർക്ക് വഴി കാണിക്കാൻ നീയല്ലാതെ വേറൊരു റബ്ബില്ലല്ലോ പടച്ചോനെ. അല്ലാഹുവേ അവരെ ദലാലത്തിന്റെ വഴിയിലേക്ക് നീ വിട്ടുകൊടുക്കല്ലേ പടച്ചോനെ. അല്ലാഹു അവരുടെ കാര്യത്തിൽ നിന്റെ തീരുമാനങ്ങളെ നീ അനുകൂലമാക്കണേ അല്ലാ. അനുകൂലാക്കണേ പടച്ചോനെ. ഞങ്ങളുടെ കുടുംബക്കാരെ മുഴുവൻ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ബന്ധക്കാരെ, ഞങ്ങളെ അയൽവാസികളെ, ഞങ്ങളുടെ കൂട്ടുകാരെ, ഞങ്ങളുടെ നാട്ടുകാരെ
ഞങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരെ, ഞങ്ങളുടെ ഉസ്താദന്മാരെ, ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങളെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. ആരെയും നീ പാഴാക്കല്ല പടച്ചോനെ. എല്ലാവർക്കും ഖൈറുകൾ നൽകും പടച്ചോനെ. ഷർറുകളെ തൊട്ട് എല്ലാവരെയും നീ രക്ഷിക്കണേ അല്ലാഹ്. എല്ലാവരുടെ ദുനിയാവും ആഖിറവും നീ ഖൈറിലും സലാമത്തിലും സന്തോഷത്തിലാക്കണേ പടച്ചോനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ടല്ലോ പടച്ചോനെ. ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും പൂർണ്ണ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടല്ലോ പടച്ചോനെ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് പടച്ചോനെ. കടങ്ങളൊക്കെ വിട്ടുകൊടുക്കണേ അല്ലാഹ്. ഹലാലായ റിസ്കിന്റെ വഴികൾ എല്ലാവർക്കും നീ തുറന്നു കൊടുക്കും പടച്ചോനെ. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ വീടുകളില്ലാത്തവരുണ്ട് പടച്ചോനെ. അല്ലാഹുവേ, കയറി കിടക്കാൻ വീടുകളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് പടച്ചോനെ. അവർക്കൊക്കെ നല്ല വീടുകൾ കൊടുക്കണേ അല്ലാഹ്. അതിനാവശ്യമായ എല്ലാ വിഭവങ്ങളും സൗകര്യങ്ങളും നീ നൽകണേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവരുണ്ട് പടച്ചോനെ. അല്ലാഹുവേ, നല്ല ആഫിയത്തുള്ള കൺകുളിർന്ന് എഴുതുന്ന നല്ല മക്കളെ കൊടുക്കും പടച്ചോനെ. തന്ന മക്കളെ നീ നന്നാക്കണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹുവേ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കും പടച്ചോനെ. അല്ലാഹുവേ, എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ യുവതി-യുവാക്കൾ അല്ലാഹു വിവാഹപ്രായമെത്തിയവർ അവർക്ക് അനുയോജ്യരായ നല്ല ഗണങ്ങളെ കൊടുത്ത് നല്ല കുടുംബജീവിതം നൽകണേ അല്ലാഹ്. നല്ല കുടുംബജീവിതം നൽകണേ പടച്ചോനെ. അല്ലാഹുവേ, എല്ലാ കാര്യങ്ങളും നീ ഖൈറിലാക്കും പടച്ചോനെ. എല്ലാ അവസ്ഥകളും നന്നാക്കും പടച്ചോനെ. അല്ലാഹുവേ, ഈ ഉമ്മത്തിനെ നീ കബൂലാക്കുക. മുസ്ലിം ഉമ്മത്തിനെ നീ സഹായിക്കും പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ചുറ്റിലും അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അല്ലാഹുവേ, ലോകാടിസ്ഥാനത്തിൽ പ്രയാസപ്പെടുന്ന ദുരിതങ്ങളിൽ കഴിയുന്ന ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങളുണ്ട് പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങൾ കണ്ണുകൊണ്ട് കാണാണ് പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് സങ്കടകരമായ വാർത്തകൾ കേൾക്കാണ് പടച്ചോനെ. പട്ടിണി കിടക്കുന്ന ഞങ്ങൾ ഒരുപാട് സഹോദരങ്ങളുണ്ടല്ലോ പടച്ചോനെ. അല്ലാഹുവേ, ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അവർക്ക് നീ തുണയാകണേ പടച്ചോനെ. അവരെ നീ സഹായിക്കും പടച്ചോനെ. അല്ലാഹു, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വിശന്ന് മരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ പടച്ചോനെ. അവരുടെ അവസ്ഥകൾ നീ കാണണേ പടച്ചോനെ. അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കും പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ ഇവിടെ വയറു നിറച്ച് സുഖിച്ച് കഴിയുമ്പോൾ ആ സാധുക്കൾക്ക് ഒരു നേരത്തെ അന്നം പോലും കിട്ടുന്നില്ലല്ലോ പടച്ചോനെ. അവരുടെ കാര്യത്തിൽ നിന്റെ തീരുമാനത്തെ നീ അനുകൂലാക്കും പടച്ചോനെ. ഖൈറുകൾ അവരിലേക്ക് നീ ഇറക്കും പടച്ചോനെ. ശത്രുക്കളുടെ കൈക്ക് നീ പിടിക്കും പടച്ചോനെ. അവർ റിസ്കിനെ തടഞ്ഞു വെക്കുന്നവരുടെ കാര്യത്തിൽ നീ തീരുമാനം ഉണ്ടാക്കും പടച്ചോനെ. അല്ലാഹുവേ, അല്ലാഹുവേ, ദീനിന്റെ ശത്രുക്കളെ നീ കൈകാര്യം ചെയ്യണേ അല്ലാഹ്. കൈകാര്യം ചെയ്യണേ പടച്ചോനെ. അല്ലാഹുവേ, ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിക്കണേ പടച്ചോനെ. അല്ലാഹു, അവർക്കിടയിൽ ചിത്രതകൾ ഉണ്ടാക്കണേ പടച്ചോനെ. അവരുടെ കുതന്ത്രങ്ങളെ നീ തകർക്കണേ പടച്ചോനെ. ഒന്നെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഹിദായത്ത് കൊടുക്കും പടച്ചോനെ. നിന്റെ തീരുമാനത്തിൽ ഹിദായത്ത് ഇല്ല എങ്കിൽ അല്ലാഹുവേ, മുസ്ലിമീങ്ങളുടെ മേൽ, ഇസ്ലാമിന്റെ മേൽ അല്ലാഹുവേ, അവരെ നീ അഴിച്ചു വിടല്ല പടച്ചോനെ. അവരെ നീ നിലക്ക് നിർത്തണേ അല്ലാഹ്. അവരെ നീ കൈകാര്യം ചെയ്യണേ പടച്ചോനെ. അർഹമർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ മുസ്ലിം ഉമ്മത്തിന്റെ ഒരുപാട് ചെറുപ്പക്കാർ, പ്രായമുള്ളവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ പടച്ചോനെ അകാരണമായി ജയിലുകളിൽ കുടുങ്ങി കഴിയുന്നുണ്ടല്ലോ പടച്ചോനെ. അവർക്കൊക്കെ നീ മോചനം കൊടുക്കണേ അല്ലാഹ്. മോചനം കൊടുക്കണേ പടച്ചോനെ. ഈ ഉമ്മത്തിന് നീ ഇസ്സത്ത് നൽകുക. ലോകത്തിന്റെ ഇമാമത്തും ഇമാറത്തും ഈ ഉമ്മത്തിന് നൽകണേ പടച്ചോനെ. എല്ലാ ഖൈറുകളും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു പടച്ചോനെ. ഷർറുകളെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു പടച്ചോനെ. ഞങ്ങളുടെ ജീവിതം നന്നാക്കണേ അല്ലാഹ്. മരണം നന്നാക്കണേ അല്ലാഹ്. ബർസഖ് റാഹത്തിലാക്കി താ അല്ലാഹ്. സ്വർഗ്ഗം താ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസ് താ പടച്ചോനെ. അല്ലാഹുവേ, ജഹന്നമിന്റെ അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗ്ഗത്തിൽ സന്തോഷത്തോടെ കഴിയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പള്ളിയെ നീ കബൂലാക്ക് പടച്ചോനെ. ഈ പള്ളിയെ നീ വളർത്തണേ അല്ലാഹ്. തളർത്തരുതേ പടച്ചോനെ. ഹിദായത്തിന്റെ കേന്ദ്രമാക്ക് പടച്ചോനെ. ഹിദായത്തിന്റെ മർക്കസാക്ക് പടച്ചോനെ. അല്ലാഹു, ഇതിനെ നീ സഹായിക്കണേ അല്ലാഹ്. സഹായിക്കുന്നവരെ സഹായിക്ക് പടച്ചോനെ. ഇവിടെ ഖിദ്മത്ത് ചെയ്യുന്നവരെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹു, ഇവിടെ വരുന്നവരെ
അള്ളാഹു ഇതിനെ സഹായിക്കുന്നവരെ, ഇതുമായി സഹകരിക്കുന്നവരെ, സ്നേഹിക്കുന്നവരെ ആരെയും നീ പാഴാക്കല്ല പടച്ചോനെ. നിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ചെറിയവരെയും വലിയവരെയും എല്ലാവരെയും കബൂലാക്കണേ അല്ലാഹ്. ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പടച്ചോനെ, സങ്കടങ്ങൾ ഹൃദയത്തിൽ പേറുന്നവരുണ്ട് പടച്ചോനെ. എല്ലാം നീ അറിയുന്നവരാണല്ലോ അല്ലാഹ്. നിനക്കറിവില്ലാത്തതായി ഒന്നുമില്ലല്ലോ പടച്ചോനെ. എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊണ്ട് അല്ലാഹ്, എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊണ്ട പടച്ചോനെ, എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചുകൊണ്ട് അല്ലാഹു ഈ നാടിനെ നീ കബൂലാക്കും പടച്ചോനെ. ഈ നാട്ടുകാരെ പ്രത്യേകം നീ കബൂലാക്കണേ അല്ലാഹു. ഈ ഹിദായത്തിന്റെ കേന്ദ്രമാക്കി ഈ നാടിനെ നീ കബൂലാക്കും പടച്ചോനെ. എല്ലാ ഷർറുകളെയും ഈ നാട്ടിൽ നിന്ന് നീ മാറ്റണേ അല്ലാഹ്. ഖൈറുകൾ നിന്നോട് ചോദിക്കുന്നു പടച്ചോനെ, ഷർറുകളെ തൊട്ട് നിന്നോട് കാവലത്ത് വിടുന്നു പടച്ചോനെ. ഞങ്ങളുടെ എല്ലാ ദുആകളെയും നിന്റെ മഹ്മദ് കൊണ്ടുകൊണ്ട് നീ കബൂലാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت